പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം. ഓരോ ദിവസവും വ്യത്യസ്തമായ ജീവിത അനുഭവവും വിലപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ദാസി സിസ്റ്റർ സുനിത ഉണ്ണി ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, ജീവിത അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ കേൾക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിക്കുവാൻ, അത് മുഖാന്തരം ദൈവനാമമായി കൂടുവാൻ മുഖാന്തരമാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സിസ്റ്റർ സുനിത ഉണ്ണിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിന്റെ ദാസി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒന്ന് പറയാം. ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടില് ഞാനും 2 മക്കളും ഹസ്ബൻഡും ഉണ്ട്. മോള് നഴ്സിംഗിന് പഠിക്കുന്നു, മോൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കർത്താവിന്റെ ദാസിയെ പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസിക്ക് ജീവിതാനുഭവങ്ങളെ, സാക്ഷ്യം ദൈവം നടത്തിയ വിളിച്ച വഴികളെ കുറിച്ചും വിധങ്ങളെ കുറിച്ചും ഒക്കെ പറയുവാനുള്ള അവസരമാണ് തുടർന്നങ്ങോട്ടുള്ളത്. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസിയുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും കർത്താവിനെ അറിയുവാനിടയായി തീർന്ന സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാം. കർത്താവ് സഹായിക്കട്ടെ. തുടർമാനമായി സംസാരിക്കാം. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഈ രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ഒരു എൻ്റെ അനുഭവ സാക്ഷ്യവുമായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അവിടെ നിന്ന് ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് എൻ്റെ വീട്ടില്, എൻ്റെ ഭവനത്തില് എൻ്റെ പപ്പ, അമ്മ, ഞങ്ങള് 4 മക്കളുണ്ട്. മൂത്ത ചേച്ചി, ഏറ്റവും ഇളയതാണ് ഞാന്. ഇടയ്ക്കുള്ള 2 ആങ്ങളമാരാണ്. എന്നാൽ എൻ്റെ പപ്പയുടെ കാലം കഴിഞ്ഞ ശേഷം ഞങ്ങൾ 4 മക്കളും അമ്മയുമായി ഒറ്റയ്ക്ക് ഞങ്ങളിങ്ങനെ താമസം ആരംഭിച്ചു. ജീവിതം തുഴയാൻ തുടങ്ങി. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലെ പലവിധമാകുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ ഒക്കെയും ഇങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം ഹൈ ലെവലിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ എന്നും എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നും എൻ്റെ അമ്മ എൻ്റെ ചേച്ചിയുമായി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് എന്നും സുഖമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ശാരീരികമായി വളരെ ബുദ്ധിമുട്ട്, ഭാരം, വേദന, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി ഞങ്ങൾ ഓരോ ദിവസവും കടന്നുപോയി. എന്നാൽ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമല്ല, അന്നൊക്കെ അംഗൻവാടിയാണ്. അംഗൻവാടി കൊണ്ടുവിടുന്നത് ചേച്ചിയാണ്. എന്നാൽ പിന്നെ അത് ആങ്ങളമാര് 2 പേരും ഞാനും കൂടെ ആയി പോയി തുടങ്ങി. അപ്പൊ എന്നും രാവിലെ അമ്മ ചേച്ചിയുമായി ഒരുങ്ങി പോകും, വൈകുന്നേരം ആകും തിരിച്ചു വരുമ്പോൾ. പിന്നെ ഞങ്ങൾ 3 പേരും മാത്രമാണ് അവർ വരുന്നത് വരെ ഭവനത്തിലുള്ളത്. എന്നാൽ ഞങ്ങളെ വിദ്യാഭ്യാസ കാലം സ്കൂളുകളിലൊക്കെയും ചേർത്തു. ഞങ്ങളെ സമയത്ത് സ്കൂളിൽ വിടാനോ ഒരുക്കി വിടാനോ ഒന്നിനും മാതാവിന് സമയമില്ല. മാതാവ് ചേച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ മാത്രമല്ല അമ്പലങ്ങളിൽ പോകുകയും പിന്നെ പൂജാരിമാർ പറയുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങള് ഒരുങ്ങി എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ആ സമയം ഞങ്ങൾ 3 പേരും സ്കൂളുകളിൽ പോയിട്ട് തിരിച്ച് മടങ്ങി വരും. മടങ്ങി വന്ന് ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ചേച്ചിക്ക് ഒരു 16 വയസ്സായ സമയത്ത് ഇതിനിടയ്ക്ക് എൻ്റെ പപ്പയുടെ പെങ്ങള് വിശ്വാസത്തിലുള്ള വ്യക്തിയാണ്, പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരി പറയുമായിരുന്നു, ഞങ്ങളോട് എപ്പോഴും വീട്ടിൽ വന്നിട്ട് പറയുമായിരുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ വരണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരണം, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ, എൻ്റെ അച്ഛൻ്റെ ആൾക്കാരെല്ലാം, അച്ഛൻ്റെ അപ്പനൊക്കെ മന്ത്രവാദിയാണ്, പൂജാരിയാണ്, കുടുംബക്ഷേത്രമുണ്ട്.
ഇങ്ങനെയൊക്കെ നടന്ന് നമ്മൾ ജീവിച്ച സമയങ്ങളാണ്. പക്ഷെ നമുക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. പിന്നെ എൻ്റെ അമ്മ ഒറ്റപ്പെട്ടു. എൻ്റെ അമ്മ, ഞങ്ങൾ 4 മക്കള് ഇങ്ങനെയായി ജീവിതം മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഇവര് വന്ന് ഒരു ദിവസം വന്നിട്ട് എൻ്റെ അമ്മയോട് ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ ഇന്ന ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിച്ചാൽ ഇവക്ക് കുഞ്ഞിന് സൗഖ്യം വരും, നമുക്ക് പോകാം എന്നതുപോലെ വന്ന് പറയുകയുണ്ടായി. അപ്പൊ അമ്മ പറഞ്ഞു, എന്നാൽ ശരി. കാരണം ഞാൻ പോയി മടുത്തു. അമ്പലങ്ങളിൽ മുഴുവനും പോയി. പിന്നെ ഹോസ്പിറ്റൽ മൊത്തവും കയറി ഇറങ്ങി. ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമലേ ആയിരിക്കും. എന്നാൽ എന്നും എൻ്റെ ചേച്ചിക്ക് അസുഖം തന്നെയായിരുന്നു. അന്ന് അമ്മ ഒരു തീരുമാനം എടുത്തു, ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ ഞാൻ പെന്തക്കോസ് പള്ളിയിൽ വരാം, പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരണം, എൻ്റെ കുഞ്ഞിന് സുഖം കിട്ടണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം എൻ്റെ അമ്മ പറയാനിടയായി. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, അത് ഓക്കെ, എന്തായാലും ചേച്ചി ഒരു കാര്യം ചെയ്യും, വന്ന് നോക്ക്, വന്ന് പാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കുക, അന്നേരം പാസ്റ്റർ പറയും കാര്യങ്ങൾ. എന്നാൽ എൻ്റെ അമ്മ തീരുമാനം ഒരുങ്ങി, ആ സ്പോട്ടിൽ തന്നെ ഒരുങ്ങി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഒരുങ്ങി ഞങ്ങൾ 4 മക്കളെയും കൈ പിടിച്ച് അമ്മയും ഈ ആന്റിയുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോയി ചെന്നപ്പോ പാസ്റ്റർ ചർച്ചിലുണ്ട്. പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് പാസ്റ്റർ പറഞ്ഞു, പിറ്റേ ദിവസം സൺഡേ ആണ്, സൺഡേയില് നിങ്ങൾ ആരാധനയ്ക്ക് വരണം, വന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ തിങ്കളാഴ്ച നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ അനുസരിച്ച് പിറ്റേന്ന് ഞായറാഴ്ചയായി, സൺഡേ ആയി. ഞങ്ങൾക്ക് ആട്, പശു ഇതെല്ലാം ഉണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ഞങ്ങളെല്ലാം ചെയ്തിട്ട് രാവിലെ ആരാധനയ്ക്കായിട്ട് കടന്നുപോയി. ഞങ്ങൾക്ക് അന്നൊന്നും അറിയത്തില്ല, കാരണം ഞങ്ങള് ഹിന്ദുവിൽ നിന്നായതുകൊണ്ട് നമുക്ക് ആ ഒരു രീതികളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാല് ഞങ്ങൾ ആരാധനയ്ക്ക് ചെന്നു, ആരും വന്നില്ല, നേരത്തെ തന്നെ ചെന്നെത്തി. പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നിട്ട് ചർച്ചിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളുടെ മധ്യേ ഇന്നൊരു പുതിയ ഒരു കുടുംബം വന്നിട്ടുണ്ട്, ഹിന്ദുവിൽ നിന്ന് വന്നവരാണ്, എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ പൈതലിന് പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കണം, ഈ നിമിഷം അവിടുന്ന് കൽപ്പിക്കണം എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ അമ്മ അവിടെ ഇരുന്ന് വാവിട്ട് നിലവിളിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, ദൈവമേ, എൻ്റെ കുഞ്ഞിന് ഏത് വഴിയിൽ പോയാലാണോ, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ നിന്നാലാണോ എൻ്റെ കുഞ്ഞിന് സൗഖ്യം വരുന്നത്, ആ വിശ്വാസത്തിൽ എൻ്റെ മരണം വരെയും ഞാനും എൻ്റെ കുടുംബം ആ വിശ്വാസത്തിൽ നിൽക്കുമെന്നുള്ള തീരുമാനം എൻ്റെ അമ്മ പറയുവാനിടയായി തീർന്നു. ആ പൊതുമധ്യത്തിൽ തന്നെയാണ് എൻ്റെ അമ്മ ആ വാക്ക് പറഞ്ഞത്. പക്ഷെ പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ആരാധന കഴിഞ്ഞു. എന്നാൽ എൻ്റെ ചേച്ചിയെ ഞങ്ങൾക്ക് അത്ഭുതമായി തീർന്നു. ഞങ്ങളുടെ ചേച്ചിയെ ഞങ്ങള് ഓട്ടോ വിളിച്ചാണ്, വണ്ടി വിളിച്ചാണ് പാസ്റ്റർ ചർച്ചിൽ കൊണ്ടുചെന്നത്. എന്നാൽ അവൾ പറയുവാനിടയായി തീർന്നു, എനിക്കിപ്പോ ഒരു കുഴപ്പവുമില്ല, എനിക്ക് ദൈവം സൗഖ്യം തന്നു, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ ഇനി വണ്ടി ഒന്നും വിളിക്കണ്ട, ഞാൻ നടന്നു വന്നോളാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചർച്ചിൽ പോയി 2 കിലോമീറ്റർ ഉണ്ട്, ഞാൻ നടന്നു പൊയ്ക്കോളാം എന്ന് പറയുവാനിടയായി തീർന്നു. അന്ന് ഞങ്ങൾക്ക് ചർച്ചിലോട്ട് പോകാനായിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ടിലൂടെ പോകുന്ന വയലിലൂടെ ഒക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്നോട് ഇതുപോലെ പറയുവാനിടയായി തീർന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും എന്താ പറയേണ്ടിയ, എല്ലാവർക്കും അങ്ങ് ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് അതിൽ വലിയ സന്തോഷമായി. കാരണം അമ്മ നീണ്ട 18 വർഷം കൊണ്ടേ അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. ഞങ്ങളെല്ലാം പിറ്റേ ആഴ്ച മുതൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മുടങ്ങാതെ സഭായോഗത്തിന് കടന്നു പോകാനിടയായി തീർന്നു. പോയി പ്രാർത്ഥനകൾക്ക് എല്ലാ ആത്മീയതയിലെല്ലാം കൂട്ടായ്മയിലെല്ലാം നിന്നു ആചരിച്ചു. ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു. അമ്മ വിശ്വാസ സ്നാനം എടുത്തു. ആങ്ങളമാര് കുറച്ച് നാളെ ഞങ്ങളെല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ അമ്മ വിശ്വാസ സ്നാനം എടുത്തു. വിശ്വാസത്തിൽ ജീവിച്ച് ഞങ്ങൾ 4-5 പേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ചേച്ചിക്ക് വിവാഹാലോചന വരുന്നു. വിവാഹം കഴിഞ്ഞു, കുടുംബമായി ജീവിച്ചു. എന്നാൽ അവളുടെ കുടുംബജീവിതം വളരെ വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി.
കടന്നുപോയ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തുകൊണ്ട് അത് എന്റെ ചേച്ചിക്ക് ഇത് സംഭവിച്ചു? കാരണം എന്റെ ചേച്ചിയോട് എന്ത് പറഞ്ഞാലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. എന്തും നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലും അവൾ മിണ്ടത്തില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ആരോടും മിണ്ടാത്ത ഒരു പ്രകൃതമാണ് പുള്ളിക്കാരിയുടേത്. എന്നാല് അങ്ങനെയായി പുള്ളിക്കാരി വീട്ടിൽ വന്നു. ഞങ്ങളുടെ സംരക്ഷണയില്, അമ്മയുടെയും ഞങ്ങളുടെ കുടുംബത്തിലെ സംരക്ഷണയില് പുള്ളിക്കാരി ഒരു മോനുണ്ട്. മോനിപ്പോ IPC-യിലെ പാസ്റ്ററാണ് തിരുവനന്തപുരത്ത്. കുടുംബമായി മോൻ ആയിരിക്കുന്നു. ചേച്ചി മരിച്ചുപോയി. ചേച്ചി മരിച്ചിട്ട് ഇപ്പൊ 4 വർഷം കഴിയുന്നു. ഓക്കെ. ആ കാലഘട്ടത്തിൽ ഞങ്ങളിങ്ങനെ ഓരോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കടന്നുപോയി. എന്റെ വിവാഹപ്രായമായി കഴിഞ്ഞു. എന്റെ വിവാഹപ്രായമായ സമയത്തൊക്കെയും എനിക്ക് വിവാഹാലോചനകൾ കടന്നു വരുവാൻ തുടങ്ങി. ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്ന സമയത്ത് തന്നെ എന്റെ അമ്മയുടെ സഹോദരങ്ങൾ പറയുമായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു? നീ എന്തുകൊണ്ട് ഇത് ചെയ്തു? വിവാഹപ്രായമായ ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് എന്തിനും നീ താലി ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് താലി കെട്ടണം. അതാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന അടയാളം എന്ന് പറയുന്നത്. എന്നാല് താലിയില്ല, ഒന്നുമില്ലാത്ത ഈ ഒരു ഇതില് എന്തുകൊണ്ട് നീ എന്തുദ്ദേശത്തിലാണ് പെൺപിള്ളാരെയും കൊണ്ട് ഇങ്ങനെ പോയെന്ന് ചോദിച്ച് അമ്മയെ ഒറ്റപ്പെടുത്തുമായിരുന്നു. അമ്മ അന്നേരം ചിരിച്ചുകൊണ്ട് എല്ലാരെയും ഫേസ് ചെയ്ത് ഇങ്ങനെ ഓരോ ഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം അമ്മയുടെ ചേട്ടത്തിയുടെ മക്കളുടെ വിവാഹം വന്നു. ഞങ്ങളും പതിവ് പോലെ ഒരുങ്ങി വിവാഹത്തിന് ചെന്ന സമയത്ത് ഞങ്ങളോട് അവരുടെ ആൾക്കാർ വന്നപ്പോൾ അല്ലെങ്കിൽ ഇത് എന്റെ അനിയത്തിയാണെന്ന് പറയാൻ പോലും, ഇതെന്റെ അനിയത്തിയാണ് അല്ലെങ്കിൽ ഇതെന്റെ അനിയത്തിയുടെ മക്കളാണ് എന്ന് പറയാൻ പോലും എൻ്റെ അമ്മയുടെ ചേട്ടത്തി മനസ്സ് കാണിച്ചില്ല. എന്നാൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ സാധാ കൊടുക്കുന്ന പോലെ ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങള് മാറി നിന്നു. അമ്മയുടെ ചേട്ടത്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞങ്ങൾ ചെന്നപ്പം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദാ അവിടെ പോയിരിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ പശു നിപ്പോണ്ട്. പശു തൊഴുത്തിലാണ് ഞങ്ങളെ ഇരുത്തിയേക്കുന്നത്. ഞങ്ങൾ ഞാനും അമ്മയും ചേച്ചിയുമായിട്ട് അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് അന്ന് ഫുഡ് തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് അമ്മ പറഞ്ഞു, ചേച്ചി ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്നാൽ ഇന്ന് വരെ എൻ്റെ അതേ സമയം ഓരോ ദിവസങ്ങളും അതുപോലെ ഓരോ നിമിഷങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അന്നൊക്കെ ഞാൻ കുഞ്ഞാണ്, അന്നൊന്നും ഞങ്ങൾക്കത് അറിയത്തില്ല. പക്ഷെ ആ ഒരു സാഹചര്യം കഴിഞ്ഞ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് അതിന്റെ വേദന എത്രമാത്രമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ഓരോ നിമിഷവും. ആ വിവാഹത്തിനായാൽ പോലും ഞങ്ങളെ നിർത്തി, അല്ലെങ്കിൽ ഞങ്ങളെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയെയോ നിർത്തി ഒരു ഫോട്ടോസ് എടുക്കാനോ ഒന്നിനും അവര് തയ്യാറായിരുന്നില്ല. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. അന്നേരമെല്ലാം എൻ്റെ അമ്മയ്ക്ക് വളരെ വേദനയുണ്ട്. അമ്മ വീട്ടിൽ വന്നിരുന്ന് മാറിയിരുന്ന് കരയുമായിരുന്നു. ഞാൻ ചെന്നിട്ട് ചോദിക്കും, അമ്മ എന്തിനാ കരയുന്നേ? മക്കളെ, നമ്മളോട് ഇത്രയും ഞങ്ങൾ സഹകരിച്ച് നിന്നിട്ട് ഇത്രയും ഇങ്ങനെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയല്ലോ. ഇവനെ സാരമില്ലമ്മ എന്ന് പറയാം. അപ്പൊ ചേച്ചി വന്നിട്ട് പറയാം, അമ്മ ഇതിനെല്ലാം ഒരു പ്രതിഫലം നമുക്കുണ്ട്. ഈ നിന്ദയ്ക്കും ഈ പഴിക്കും ഈ പരിഹാസത്തിനും ഈ കണ്ണുനീരിനെല്ലാം നമുക്കൊരു പ്രതിഫലം നമുക്കുണ്ടമ്മ എന്നിതുപോലെ പറയാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വാക്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ. നാം ഓരോരുത്തരും കണ്ണുനീരോടെ നാം ഏത് പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കുന്നുവോ, ഏത് പ്രതികൂലത്തിൽ കൂടെ ആയിരിക്കുന്നുവോ, ആ പ്രതികൂലത്തിൽ നിന്ന്, ആ കണ്ണുനീരിൽ നിന്ന് വിടിവിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് നാം ആരാധിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്രകാരം തന്നെ ഈ കാണുന്ന എന്റെ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾ കണ്ണുനീരൊഴുക്കിയാൽ ആ കണ്ണുനീര് ഒപ്പാൻ ആരും ഉണ്ടാകുകയില്ല. നിങ്ങളുടെ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ആരും ഉണ്ടാകത്തില്ല. നാം കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് താഴെ വീഴുന്നതിന് മുൻപേ നമ്മുടെ മുഖത്ത് വെച്ച് ഒപ്പിയെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ കണ്ണുനീര് തുടച്ചിട്ട് ഞാൻ അങ്ങ് പോകുമായിരുന്നു. കാരണം നമുക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. കാരണം പിന്നെ അത് ഓരോ ദിവസവും കാലങ്ങൾ കഴിഞ്ഞു വരും തോറും അത് മൂത്ത ആങ്ങളയുടെ മക്കളുടെ വിവാഹം വരുന്ന സമയത്ത് അമ്മയെ ക്ഷണിക്കും. അമ്മ വരുമ്പോ അമ്മ മാറി നിൽക്കും. അമ്മയും ഞാനും ഞങ്ങളെല്ലാം മാറി നിൽക്കും.
മാറി നിൽക്കുമ്പോൾ അമ്മാച്ചൻ പറയും ഇന്ന ആരെ ഇങ്ങ് വിളിക്ക്. അപ്പൊ എന്റെ അമ്മ ചെല്ലുമ്പോ പറയും ഇവിടെ വന്നിരിക്കെ, എന്റെ അടുത്ത് വന്നിരിക്കെ. ഈ അമ്മാച്ചനാ ഏറ്റവും മൂത്തത്. അമ്മാച്ചനെ വിളിച്ച് അമ്മാച്ചന്റെ അടുത്ത് ഇരുത്തിയിട്ട് പറയും ഇത് എന്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. അവര് പെന്തക്കോസ് പള്ളിയിൽ പോയി, അതുകൊണ്ട് അവർക്ക് ആഭരണമോ ഓർണമെന്റ്സോ ഒന്നുമില്ല. ഇതെന്റെ ഇളയ സഹോദരിയാണ് എന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെടുത്തും. അപ്പോഴും എൻ്റെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ ശ്രമിക്കും. അപ്പം അമ്മാച്ചൻ പറയും അവിടെ ഇരിക്കുക, ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ട് പോകാം. എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്തി എല്ലാ കാര്യത്തിനും സഹകരിപ്പിക്കുമായിരുന്നു. എന്നാൽ മറ്റുള്ള അമ്മയുടെ ബാക്കി 4 സഹോദരങ്ങളും 3 സഹോദരങ്ങളും അമ്മയെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ വേദനയുണ്ട്, വിഷമമുണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ കരയുന്നത് കണ്ട് ഞങ്ങള് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ വേദന അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ മക്കൾ 4 പേരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ പറയും, നമ്മൾ നിമിത്തം, ഞങ്ങൾ മക്കൾ 4 പേരും നിമിത്തം അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിൽ വീഴാനിടയാവരുത്. കാരണം അമ്മ ആവശ്യത്തിലധികം കരഞ്ഞു കഴിഞ്ഞു. ഇനി അമ്മയുടെ അന്ന് നമുക്ക് ഓർമ്മയില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ലാത്ത സമയത്താണ് അവർ വേദനിപ്പിക്കുമ്പോഴൊക്കെ അമ്മ കരയുന്നത്. പക്ഷേ എങ്കില് നമ്മുടെ ജീവിതം അനുഭവങ്ങൾ വരുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ മാതാവിനെ കരയിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മാതാവിന്റെ കീഴിൽ അനുസരണയോടെ ജീവിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്ക് 4 മക്കൾക്കും ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 4 പേരും കഴിഞ്ഞു വന്നു. എന്റെ വിവാഹപ്രായമായി. വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അപ്പോഴേക്കും എന്റെ ആങ്ങളമാര് 2 പേരും പിന്മാറിപ്പോയ സമയത്ത് മൂത്ത ആങ്ങള ഗൾഫിന്റെ ദുബായിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. അപ്പോ ഈ അമ്മയുടെ ചേട്ടത്തിയും അവരുടെ മക്കളും എല്ലാം പുള്ളിക്കാരനെ അങ്ങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. അവളെ ഇങ്ങനെ നിർത്തിയിരുന്നാൽ ശരിയാവത്തില്ല, അവർക്ക് ഉരുപ്പടിയിട്ട് നല്ലൊരു കല്യാണ ആലോചന നടത്തണം, നല്ലൊരു കല്യാണം നടത്തണം എന്നൊക്കെയുള്ള പ്ലാനുകൾ ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുവാനിടയായി തീർന്നു. എന്നാലും ഞാന് വിശ്വാസ സ്നാനം എടുത്ത ആ കുളക്കടവിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്രകാരം പറയുവാനിടയായി, ദൈവമേ, ഞാൻ ഇന്ന് സ്നാനം എടുക്കുന്നു, ദൈവഹിതമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാക്കരുത്. സ്നാനമെടുത്ത് പാസ്റ്റർ എന്നെ ഉയർത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ, ഒരിക്കലും എന്നെ നിന്നാപാത്രമാക്കി കളയുവാനോ അല്ലെങ്കിൽ ദൈവസന്നിധി വിട്ട് അകന്നു പോകുവാനോ എന്നെ ദൈവം അനുവദിക്കരുത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം എന്നിൽ നിറവേറേണ്ടതായിട്ടുണ്ട് എന്നതുപോലെ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അന്ന് മുതൽ എന്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു, സ്നാനം കഴിഞ്ഞു, എല്ലാം വീട്ടിൽ വന്നു. സ്നാനപ്പെട്ട് വീട്ടിൽ വരുമ്പോൾ എന്റെ ആങ്ങള എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരോട് ചോദിച്ചിട്ടാ നീ പോയി സ്നാനം എടുത്തതെന്ന് ചോദിച്ചു. എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഒത്തിരി വഴക്ക് പറയാന്നല്ല, എന്നെ ഒത്തിരി ഉപദ്രവിക്കാനിടയായി തീർന്നു. എന്നാല് ഇന്ന് ആ സമയത്ത് ഞാൻ ഒരക്ഷരവും മിണ്ടിയില്ല. ഞാൻ ഒരക്ഷരവും മിണ്ടാതെ ഞാൻ എല്ലാം കൊണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ പിന്നെയും പതിവ് പോലെ എൻ്റെ പോക്കും ആരാധനയ്ക്ക് പോക്കും പ്രാർത്ഥനയ്ക്ക് പോക്കും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. അപ്പം അമ്മയ്ക്ക് പിന്നെ അമ്മ പറയും, എടാ അടിക്കില്ല അല്ലെങ്കിൽ വഴക്ക് പറയരുത് എന്ന് അമ്മ പറയും. പക്ഷെ പറഞ്ഞാൽ അവിടെ കേൾക്കത്തില്ല, വീഴേണ്ടത് അന്നേരം അടി വീണിരിക്കും. അത് അങ്ങനെയായിരുന്നു. പക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറാതെ, ദൈവത്തിൽ നിന്ന് വിശ്വാസം വിട്ടുകളയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം എന്നെ ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഓരോ പ്രതിസന്ധികൾ, വിവാഹാലോചനകൾ, ഹിന്ദുക്കളിൽ നിന്ന് വിവാഹാലോചനകൾ വരുന്നുണ്ട്. അതിനെല്ലാം ഞാൻ എതിർക്കുന്നുണ്ട്. എനിക്ക് വിവാഹം വേണ്ട, എനിക്കിത് വേണ്ട. കാരണം വേണ്ട എന്ന് പറയാൻ എനിക്ക് ഇതില്ല. കാരണം എന്തുകൊണ്ട് നിനക്ക് വേണ്ട എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് പറഞ്ഞ് ഞാൻ മാറുമായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും ഓരോ ദിവസവും മുന്നോട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നു. പോയി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവസാനം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മക്കൾ വന്ന് എന്നോട് ചോദിച്ചു, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എങ്കിൽ പറ, ഞങ്ങൾ അത് നടത്തിത്തരാം. നല്ല ആലോചനയാണെങ്കിൽ, ബന്ധമാണെങ്കിൽ ഞങ്ങൾ നടത്തിത്തരാം. ഞാൻ പറഞ്ഞു, അത് വരട്ടെ, വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, അന്നേരം നിങ്ങൾ എനിക്ക് നടത്തി തന്നാൽ മതി, അതുവരെ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞ് ഓരോ ദിവസവും മുന്നോട്ട് പോയി. പലവിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. കടൽ തിര പോലെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു. കാലിന്റെ അടിയിലെ മണ്ണ് പോയി കഴിയും എന്ന് വീഴാറായി. കർത്താവേ, ഞാൻ വീണു പോകുമല്ലോ, ഞാൻ തളർന്നു പോയല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം വലങ്കരം തന്ന് എന്നെ താങ്ങി നിർത്തി, ഇതുവരെയും നിർത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം എനിക്കത് അക്കമിട്ട് ഓരോ ദിവസവും സ്നാനമെടുത്ത് അന്ന് മുതൽ ഞാൻ ഏത് വിഷയം ദൈവത്തോട് ചോദിച്ചാലും
നിസ്സാരമായ ഒരു ഡ്രസ്സ് പോലും ഞാൻ വീട്ടിൽ പറയാറില്ല. ഞാൻ എനിക്ക് അങ്ങനെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയോ അന്നുമില്ല ഇന്നുമില്ല. ഒരു ഡ്രസ്സ് പോലും ഞാൻ ആരോടും വാങ്ങിത്തരാൻ ഞാൻ പറയാറില്ല. അഥവാ ഞാൻ പറഞ്ഞാലും എന്റെ ബർത്ത്ഡേക്കും എന്നെ ന്യൂ ഇയറിനും ഒരു ജോഡി ഡ്രസ്സ് എന്റെ മാതാവ് എനിക്ക് എടുത്ത് തരുമായിരുന്നു. അതല്ലാതെ വേറെ ഞാൻ ആ ഡ്രസ്സ് വേണമെന്ന് ഒന്നും ഞാൻ പറയാറില്ല. എന്നാൽ എന്തോ ഒരു സാധനം വേണമെങ്കിലും ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു. എന്റെ ആത്മീയ പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, നമ്മുടെ അപ്പനോട് നിങ്ങൾ പറയുക. നമ്മുടെ അപ്പൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ജന്മം തന്നതല്ല നമ്മുടെ അപ്പൻ സർവ ലോകം മുഴുവനും നിർമ്മിച്ച അഖിലാണ്ട ഉടയവനായ നമ്മുടെ കർത്താവാണ് നമ്മുടെ അപ്പൻ. യേശു ക്രിസ്തുവാണ് നമ്മുടെ അപ്പൻ. ആ അപ്പനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നിമിഷം അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ആ അപ്പനോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ അപ്പൻ നിങ്ങളുടെ സകല കാര്യങ്ങളും നടത്തി തരും. കാരണം നമ്മുടെ അപ്പന്റെ കയ്യിൽ ഒന്നിനും കുറവില്ല, സമ്പത്തിന് കുറവില്ല, ദാരിദ്ര്യമില്ല. അപ്പന്റെ കയ്യിൽ ഒന്നിനും കുറവില്ല. നിങ്ങൾ ഏത് കാര്യം അപേക്ഷിക്കുന്നുവോ അത് നമ്മുടെ അപ്പൻ അത് നിവർത്തിച്ചു തരും. നമ്മുടെ അപ്പനോടല്ലാതെ വേറെ ആരോടും നിങ്ങൾ ഒരു കാര്യം ചോദിക്കരുത്, പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷിക്കുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ അപ്പനോട് പറയും. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ എന്നെ ഒരിക്കലും നിന്ദിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ ഒന്നും ഇടയാക്കാതെ തക്ക സമയത്ത് ദൈവം എനിക്കൊരു തുണയെ തന്ന്, ദൈവഹിതത്തിനുള്ള ഒത്ത ഒരു തുണയെ തന്ന് ദൈവം എന്നെ മാനിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് കാണാൻ വരുന്നത്. അവർ വന്ന് കണ്ടിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. എന്നാൽ ചർച്ചില് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് വെച്ചു. അപ്പൊ ഞങ്ങള് പാസ്റ്റർ ചർച്ചിൽ ഫാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഫാസ്റ്റിംഗ് ഇരുന്ന സമയത്ത് ഒരു 21ാമത്തെ ദിവസം ഞായറാഴ്ച ഫുള്ളായിട്ട് ഞാൻ ഫാസ്റ്റിംഗിൽ ഇരിക്കുക. 21 ദിവസം ഇരുന്ന സമയത്താണ് 12 മണിയായപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു പാട്ട് പാടി ഫാസ്റ്റ് ആരാധിക്കാമെന്ന് പറഞ്ഞു. ശക്തമായിട്ട് ആരാധന നടക്കുക. ഫാസ്റ്റിങ്ങിന്റെ 21ാമത്തെ ദിവസം ശക്തമായ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുകയാണ്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കഴുത്തിന് താഴെ ഭാഗമായിട്ട് ഒരാള് വേദപുസ്തകം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. പക്ഷെ അതെന്താണ് അല്ലെങ്കിൽ അത് ആരാണ് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ പാസ്റ്റർ വൈഫിനോട് ഞാനത് പറയും, അമ്മാമ്മ കാര്യം പറയും, മക്കളെ അത് ഇന്നതാണ്, അത് നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ ഫോട്ടോയാണ് അത് കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് വിവാഹ സമയമായി വരുമ്പോൾ നിനക്ക് മുഖം കാണാൻ പറ്റും എന്നൊരു വാക്ക് എന്നോട് പറയുവാൻ ഇടയായിരുന്നു. ഞാൻ അപ്രകാരം പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഫുള്ള് ഞാൻ കാണാനിടയായി തീർന്നു. വേദപുസ്തകം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുവാനിടയായി തീർന്നു. മുഖം ഞാൻ കാണുവാനിടയായി. ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ പാസ്റ്ററോടും അമ്മാമ്മയോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഒരു രൂപം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, കൊച്ചെ, സമയമായി, നിന്റെ വിവാഹം അധികം വിദൂരമല്ല, അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോഴെന്റെ മനസ്സ് സന്തോഷിച്ചു. കാരണം ഈ നിന്നയിൽ നിന്നും ഈ പരിഹാസത്തിൽ നിന്നും ഒരു വിടുതൽ ദൈവം തന്നല്ലോ എന്നോർത്ത് ഞാനിങ്ങനെ സന്തോഷിപ്പാനിടയായി തീർന്നു. എന്നാൽ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് ഡെങ്കിപ്പനിയായി. 1.5 ആഴ്ചയായപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. ഡെങ്കിപ്പനിയാന്ന് പറഞ്ഞു. പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് വിട്ടു. മെഡിക്കൽ കോളേജിൽ പോയി. പോകുന്നതിന് മുന്നേ തന്നെ ആത്മീയ പിതാവിനെ വിളിച്ചു, പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ല, ദൈവം പൂർണ്ണ സൗഖ്യം തരുമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ ടാർപ്പ കെട്ടി കഴിഞ്ഞു, കസേരകൾ നിരന്നു കഴിഞ്ഞു. കാരണം എല്ലാവരും പറഞ്ഞു, സുനിതയ്ക്ക് ഡെങ്കിപ്പനി കൂടി, ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോൾ ബോഡി തിരിച്ചു കൊണ്ടുവരും. അതിനു മുമ്പേ ബോഡി വീട്ടിൽ വരുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എൻ്റെ ആങ്ങളമാരുൾപ്പെടെ ടാർപ്പയും കെട്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. അന്നേരം എൻ്റെ മൂത്ത ആങ്ങള ഗൾഫിലാണ്. പുള്ളിക്കാരൻ കൂടെ വിളിച്ച് ലാൻഡ് ഫോൺ ഉണ്ട് ഞങ്ങൾക്കന്ന്. ലാൻഡ് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അവൾക്ക് എങ്ങനെയുണ്ട് എന്നാണ് അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം ചോദിക്കുമ്പോഴും പുള്ളിക്കാരന് മറുപടി കൊടുക്കുന്നത്, ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു, ടാർപ്പ കെട്ടുന്നു, അത് കെട്ടുന്നു, പന്തലിടുന്നു, അത് കസേര നിർത്തുന്നു, ഇങ്ങനെയൊക്കെ ആ മറുപടി കിട്ടുന്നേ.
പുള്ളിക്കാരനും ആകെ വിഷമിച്ചു. ഞങ്ങള് വൈകുന്നേരത്തെ ഭവനത്തിൽ വരുമ്പോൾ ഇങ്ങനെ എന്റെ അമ്മ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇതെന്താ ഈ കാണുന്ന ജീവനോടെയുള്ള എന്റെ കുഞ്ഞ് മരിച്ചുവല്ലോ, മരിച്ചെന്നുള്ള ആ ഒരു അറിവാണല്ലോ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. കർത്താവെ, ഇവർക്ക് ഒരു സുബോധം ദൈവം കൊടുക്കണമേ എന്ന് എന്റെ അമ്മ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരുന്നതിന്റെ മൂന്നാമത്തെ ദിവസമാണ് എന്റെ ഹസ്ബൻഡ് എന്നെ കാണാൻ വരുന്നതും കണ്ടിട്ട് എന്നെ വിവാഹ താല്പര്യം പറയുന്നതും ആ വിവാഹം നടക്കുവാനിടയായി തീർന്നു. 3 മാസത്തിനകം ആ വിവാഹം ഏറ്റവും മംഗളകരമായി അനുഗ്രഹമായി നടക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അന്നൊക്കെ എൻഗേജ്മെന്റ് എന്റെ അമ്മ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും വന്നിട്ട്, എന്റെ എൻഗേജ്മെന്റിന് എല്ലാവരും വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി, നീ ഇതിനു വേണ്ടിയാണോ നീ കാത്തിരുന്നത്? കാരണം നിനക്ക് കിട്ടേണ്ട ബന്ധമല്ല ഇത്. കാരണം നിനക്ക് ഇങ്ങനെയുള്ളൊരു ബന്ധമല്ലായിരുന്നു കിട്ടേണ്ടത്. ഞങ്ങൾ ഇത്രയല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ട് ഒരു ബന്ധം ദൈവം, നീ ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും നിനക്ക് ദൈവം തന്നല്ലോ എന്ന് പറയുവാനിടയായി തീർന്നു. അന്നേരം എന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാരണം ഇവരുടെ മുൻപിൽ, അല്ലെങ്കിൽ നിന്ദിച്ചവരുടെ മുൻപിൽ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നത്, നിന്ദിച്ചവരുടെ മുൻപിൽ മാനിച്ച് നടത്തുന്ന നല്ലൊരു അപ്പൻ നമുക്കുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരൊരിക്കലും അവന്റെ ദൈവത്തിന്റെ പുസ്തകവുമായി, ആ കറുത്ത വേദപുസ്തകവുമായി ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയെ പോലും ദൈവം മാനിക്കാതെ ഇരുന്നിട്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങൾ നിന്നെ അനുഭവിച്ചോ, നിങ്ങൾ ഭാരം അനുഭവിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നുവോ, പ്രതികൂലം വന്നുവോ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ നമ്മുടെ ഒരു ദൈവം, നല്ലൊരു ദൈവം, യേശു കർത്താവ് നമുക്കുണ്ട്. നമ്മെ വലങ്കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്ന നല്ലൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നാം മുറുകെ പിടിക്കണം. ഏത് ഭാരം വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നോട്ടെ, എന്ത് പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ, അതിനെല്ലാം പരിഹാരം ഒന്നേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ച് ഒരു പ്രതികൂലമില്ലാതെ, പ്രതിസന്ധി ഇല്ലാതെ നമ്മുടെ അപ്പൻ നമ്മെ വഴി നടത്തും. എല്ലാവരുടെയും മുൻപിൽ മാന്യതയോടെ, നല്ല രീതിയിൽ തന്നെ, ശത്രുക്കളുടെ മുൻപേ മേശ ഒരുക്കി തന്നെയാണ് നമ്മെ വഴി നടത്തും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്രകാരം ഈ ജീവിതം ഇങ്ങോട്ട് മുന്നോട്ട്, വിവാഹത്തിന് സർവ്വജനവും വന്നു. എല്ലാവരും വന്നിട്ട് നല്ല രീതിയിൽ ശുശ്രൂഷ കണ്ടിട്ട് അവർ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, വിവാഹ ശുശ്രൂഷ കഴിഞ്ഞു, ആശീർവാദം പറഞ്ഞിട്ടും ആരും എഴുന്നേറ്റ് പോകുന്നില്ല. എല്ലാവരും എന്റെ വീട്ടുകാരോടായാലും ഞങ്ങൾ ചെല്ലുമ്പോഴായാലും പറയും, ഇതുപോലെ ഒരു വിവാഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഹിന്ദുക്കളുടെ കണ്ടിട്ടില്ല, മുസ്ലിംസിന്റെ ആയാലും അതുപോലെ, ക്രിസ്ത്യൻസിന്റെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിവാഹം തുടങ്ങി പകുതിയാകുമ്പോഴേ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അന്നും അതുപോലെ, ഇന്നും അതുപോലെ. അല്ലെന്നുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേങ്കിൽ ദൈവം നമ്മെ മാനിച്ചു ആ ആശീർവാദം പറഞ്ഞിട്ട് പോലും ആ വ്യക്തികൾ, ഒരു കുഞ്ഞു പോലും അവിടെ നിന്ന് എഴുന്നേറ്റില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതെല്ലാവരും പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇത്രത്തോളം ദൈവം നമ്മെ മാനിച്ചു. കാരണം നിന്ദിച്ചും പരിഹസിച്ചും ദുഷിച്ചും ഇട്ടിരുന്നതായ ആ ഒരു അവസ്ഥയിൽ ദൈവം ഇത്രയും നമ്മെ മാനിച്ച് നടത്തിയത് ഓർത്തപ്പോൾ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞു, വിവാഹ ജീവിതം കഴിഞ്ഞു, ഞങ്ങളുടെ കുടുംബ ജീവിതം ആരംഭിച്ചു. ദൈവം വളരെ അനുഗ്രഹമായ നിലയിൽ നമ്മുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിച്ചു മാനിച്ചു. ഞാൻ 2 മാസമായപ്പോൾ ഞാൻ എൻ്റെ മോളെ ഗർഭിണിയായി. ആ സമയത്ത് പ്രോബ്ലം ഒന്നുമില്ല. ദൈവം അത്ഭുതകരമായൊരു വിടുതൽ തന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് വയ്യാതെ പോകുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. വയ്യാതെ ആയതാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്ന സമയമാണ്. അമ്മ ഒന്ന് വീണ് കിടക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. ഹസ്ബൻഡ് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോയി. എന്നാൽ രാവിലെ എന്നെ ലേബർ റൂമിൽ കയറ്റി. 2 മണിയായിട്ടും അനക്കമൊന്നുമില്ല, ആവിയൊന്നുമില്ല, വേദനയുണ്ട്. എന്നാൽ ഞാൻ ഇപ്രകാരം ഓരോരുത്തരും കരയുന്ന അല്ലെങ്കിൽ നിലവിളിക്കുന്ന സിസ്റ്റർമാര്, ഡോക്ടേഴ്സ് വന്ന് അവരെ വഴക്ക് പറയുമ്പോഴും ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, ഒരു കത്തി വെക്കാതെ
ഒരു കത്തിവയ്പ്പാൻ ഇടയാക്കാതെ ദൈവം എനിക്കൊരു തലമുറയെ ദൈവം എനിക്ക് തരണമേ എന്ന്, ഈ വേദന സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ എന്റെ വേദന കൂടുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ മുറുക്കി പിടിക്കും. അന്നേരം എന്റെ ഹസ്ബൻഡ് പറയും, എടി നീ ഇപ്രകാരം പാട്, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നൊടി നേരത്തേക്കുള്ള ഈ സങ്കടം സാരമില്ല എന്ന് നീ ആ പാട്ട് പാടിക്കൊണ്ട് നീ ലേബർ റൂമിൽ കയറിയാലും കിടക്കണമെന്ന് എന്നോട് പറയുവാനിടയായി. ഞാൻ ആ പാട്ട് പാടി. പക്ഷേ ലേബർ റൂമിൽ കിടന്ന് പാടിയപ്പോ ഉറച്ചായി പോയി പാട്ട് പാടിയത്. കാരണം വേദന കൂടിയപ്പോൾ പാട്ടിന്റെ സൗണ്ട് കൂടിപ്പോയി. എല്ലാവരും ഓടി വന്നു, സിസ്റ്റർമാരെല്ലാം ഓടി വന്നപ്പോൾ ഞാൻ കണ്ണ് മുറുക്കി അടച്ചിട്ടുണ്ട്. പാട്ടിന്റെ ശബ്ദം കൂടുന്നുണ്ട്, ശക്തമായിട്ട് പാടുന്നുണ്ട്. എന്നാൽ പാടി ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞു. എന്നിട്ടും മോളുടെ ഡെലിവറി സമയം ആകുന്നില്ല. അപ്പോ പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിളിച്ചു. ഡോക്ടറെ, എന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ പെട്ടെന്ന് വന്നു. ഡോക്ടർ വന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു, ട്രിപ്പ് ഇടുക, കുഞ്ഞ് തിരിഞ്ഞു വരുന്നില്ല, വരാതെ കിടക്കുന്നതോളം കാലം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ട്രിപ്പ് ഇട്ടിട്ട് പോവുക, അരമണിക്കൂർ കഴിഞ്ഞാലും ഇത് ഡെലിവറി നടന്നില്ല എങ്കിൽ നടക്കാൻ സാധ്യതയില്ല, സിസേറിയന് തന്നെ ചെയ്യേണ്ടി വരും, കാരണം കുഞ്ഞ് തിരിഞ്ഞു വരുന്നില്ല എന്ന് പറയുവാനിടയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലായി. പക്ഷെ ഞാൻ വയറ്റത്ത് കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ കത്തിവെപ്പാൻ ഇടയാക്കല്ലേ, എന്റെ കുഞ്ഞിനെ എനിക്ക് ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ആരോഗ്യം ബലവുമുള്ള ഒരു തലമുറയെ ദൈവം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. ട്രിപ്പ് വീണു. എനിക്ക് തോന്നുന്നു ഡോക്ടർ ലേബർ റൂം വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ സ്പോട്ടിൽ തന്നെ എന്റെ ഡെലിവറി നടക്കുവാനിടയായി തോന്നുന്നു. ആ സ്പോട്ടിൽ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഓടി വന്നു. ഡോക്ടർ എടുത്ത് ആ കുഞ്ഞിനെ എടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, സാധാരണ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് തലയാണ് ആദ്യം പുറത്തു വരുന്നത്, എന്നാൽ സുനിതയുടെ കുഞ്ഞ് പുറത്തു വന്നത് കാലാണ് ഫസ്റ്റിൽ വന്നത്. കാല് ചവിട്ടിയാണ് മോള് പുറത്തു വന്നതെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ് എന്ന് പറഞ്ഞ് എന്നെ കാണിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ, ദൈവം ചെയ്ത അത്ഭുതത്തിനായിട്ട് സ്തോത്രം. എന്നാൽ കാലാണ് പുറത്ത് വന്നതെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിവതും കുഞ്ഞുങ്ങൾ ജീവനോടെ കിട്ടാറില്ല. എന്നാൽ ദൈവം എനിക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ആ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ അപ്പുറവും ഇപ്പുറവും റൈറ്റിലും ലെഫ്റ്റിലുമായി 2 കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. എന്നാൽ എന്റെ കണ്ണാലെ ഞാൻ കാണുന്ന കാഴ്ചയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് കിടക്കുമ്പോൾ ഞാൻ നടുക്ക് കിടക്കുന്നു. എന്റെ ഇടതും വലതും 2 പേരും ഉണ്ട്. എന്നാൽ വലത് സൈഡിൽ കിടന്ന അമ്മ ഈ ലോകം വിട്ട് കടന്നുപോയി. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ദൈവമേ, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? സത്യത്തിൽ ആ സ്പോട്ടിൽ ഞാൻ പേടിച്ചു പോയി. എന്നാലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആർക്കും ഒന്നും സംഭവിക്കരുതേ. ആ കുഞ്ഞിനെ അവർ ജീവനോടെ എടുത്തു. എന്നാൽ ആ സഹോദരി ഈ ലോകത്ത് നിന്ന് ആ സ്പോട്ടിൽ മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. എന്റെ കണ്ണിന് മുമ്പിൽ തന്നെയാണ് ആ സഹോദരിയെ തലയിൽ കൂടെ തുണിയും മാറ്റിയിട്ട് കൊണ്ടുപോകുന്ന രംഗം കണ്ടത്. ഇടത് സൈഡിലാണെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ദൈവത്തിൽ നിന്ന്, ദൈവമേ, അന്നേരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നാണ് ഇത് സംഭവിക്കുന്നത്? കാരണം എന്താണ് എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ദൈവത്തോട്. ഇതെന്തുകൊണ്ടെന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. എന്നാൽ ആ സമയത്ത് ഞാനിത് ചോദിച്ചു പോയി. അന്നേരം ഇതെല്ലാം കഴിഞ്ഞു. വാർഡിൽ വന്നു, ഡിസ്ചാർജ് ആയി ഭവനത്തിൽ വന്നു. മോളെ വളർത്തി. അവൾക്ക് 6 മാസമായപ്പോൾ തൊട്ട് എന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തുടങ്ങി. എന്റെ അമ്മയ്ക്ക് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തുടങ്ങി. എന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്റെ അമ്മ ഒന്ന് വീണു. അതിനുശേഷം പിന്നെ അമ്മയ്ക്ക് വയ്യാതെയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ. മോളെയും കൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിർത്തും. ചേച്ചിയുടെ അടുത്ത് 6 മാസമേ ഉള്ളൂ എന്റെ മോക്കന്ന്. എന്റെ ഹസ്ബൻഡ് പറയും, നീ പോയി നോക്ക്, ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക, അമ്മയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞ് ഇന്ന് വരെയും എന്റെ വീട്ടുകാർക്ക് എന്തൊരു ഭാരം വന്നാലോ പ്രയാസം വന്നാലോ എന്നോട് പോകണ്ട, അല്ലെങ്കിൽ അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട എന്ന് എന്റെ ഭർത്താവ് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നീ പോയി നോക്ക്, കാണ്, പോയിട്ട് വാ എന്ന് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഒരു വിലക്കും ഇന്ന് വരെ പ്രാർത്ഥനാ ജീവിതത്തിലായാലും കുടുംബപരമായാലും എന്ത് കാര്യത്തിനായാലും എന്നോട് ഒരു കാര്യവും എന്നെ വിലക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. അത്രയും നല്ലൊരു ഭർത്താവിനെ ദൈവം എനിക്ക് തന്നു, ദാനമായി തന്നു. ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. അപ്രകാരം ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചേച്ചി മോളെ അടുത്ത് നിർത്തിയിട്ട് പോകും. രാവിലെ കൊണ്ടുവരും, അവക്ക് പാല് കൊടുക്കും, തിരിച്ചു കൊടുത്ത് വിടും. അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പോകുന്ന സമയത്ത് പോയിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. കുഞ്ഞിനെയും കൊണ്ട് വന്നു. അവള് ഇങ്ങനെ സ്റ്റെപ്പില്, ഞങ്ങളുടെ അന്ന് വാടകയ്ക്ക് താമസിക്കുന്നതാ, സ്റ്റെപ്പിൽ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു 10-12 സ്റ്റെപ്പ് ഉണ്ട്. എന്നാൽ അവക്ക് സന്ധ്യയായി, നല്ല മഴയുണ്ട്, അവക്ക് മുള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മോളെ അവിടെ ഇരിക്ക്, ഇങ്ങോട്ട് ഇറങ്ങിയ മഴയാണെന്ന് പറഞ്ഞു. കുഞ്ഞ് ഇരിക്കാനും കുഞ്ഞിന്റെ ബാക്ക് വശം കട്ടളപ്പടി തട്ടി കുഞ്ഞ് നേരെ പൊങ്ങി വന്നിട്ട് ഫ്രണ്ടിൽ താഴെ കിണറിന്റെ ചുറ്റും സ്ലാവ് വാർത്തിട്ടിരുന്നു. ആ സ്ലാവിൽ വന്ന് പടക്കനെ മൂക്കടിച്ച് വീഴുവാനിടയായി തീർന്നു. വളരെ വേദനയുണ്ട്. അന്ന് ഞങ്ങൾക്ക്, ഞാൻ നിലവിളിച്ചു, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞ് ബോധമില്ല. ആ വല്ലാത്ത ഒരു അവസ്ഥയിൽ അവള് ആയി. മൂക്കെല്ലാം നീലിച്ചു, കറുത്തു, ഭയങ്കരമായിട്ട് അങ്ങ് വീർത്തു. അന്നേരം അടുത്തുള്ളവരെല്ലാം ഓടി വന്നു. എല്ലാവരും നിലവിളിയായി. കുഞ്ഞ് ജീവനുണ്ടോ എന്ന് നോക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ, ആ ഒരു സാഹചര്യത്തിൽ കൂടെ അവൾ കടന്നുപോയി. എന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഒരു പ്രതികൂലം, ആ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് അവൾക്ക് നോർമലായി, ഒരു കുഴപ്പവുമില്ലാതെ ദൈവം ആയുസ്സോടെ അവളെ ഞങ്ങൾക്ക് ജീവനോടെ തന്നു. അത് കഴിഞ്ഞ് 3 മാസമായ 5 വയസ്സായപ്പോ അടുത്ത മോനെ എനിക്ക് ദൈവം തന്നു. തന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഫുള്ള് ബെഡ് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് ബെഡ് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ എന്നെ ഒന്നും ചെയ്യിക്കാതെ രാവിലെ ഹസ്ബൻഡ് ജോലി ചെയ്യും, കിച്ചണില് അടുക്കളപ്പണി എല്ലാം ചെയ്തിട്ട് മോളെ ഒരുക്കി അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോകും. ഉച്ചയ്ക്ക് വരും, എനിക്ക് ചോറ് ഫുഡ് തരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോയി. അപ്പൊ എന്റെ അമ്മായിപ്പനും നാത്തൂനും ഒക്കെ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ ഒരു ദർശനം കണ്ട പ്രകാരം പുള്ളിക്കാരിയോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുവാനിടയായി. കുടുംബമായിട്ട് വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉപവാസത്തിലാ വരുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വരും. കുടുംബമായിട്ട് വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ വൈകുന്നേരം കടന്നുപോകും. അവസാനം നാത്തൂനോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡിന്റെ മൂത്ത പെങ്ങളോട് പറഞ്ഞു, മിനി സിസ്റ്ററെ, സുനിത സിസ്റ്ററുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, സുനിത സിസ്റ്റർ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കുള്ളത് കൊണ്ട് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാകയാൽ ദൈവം നമ്മെ അത്ഭുതകരമായ സുനിത സിസ്റ്ററെയും കുഞ്ഞിനെയും ദൈവം നമുക്ക് തരുമെന്ന് പറയുവാനിടയായി. ഇങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് ഫാസ്റ്റിങ്ങില്, ഞാൻ ഇത് അറിഞ്ഞില്ലായിരുന്നു, ഫാസ്റ്റിങ്ങില് ജോലിക്ക് കടന്നുപോയി. ജോലി സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ കാണിച്ചു, നിനക്കൊരു ആൺ തലമുറയെ ഞാൻ തരും, അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നിങ്ങനെ എഴുതി കാണിച്ചു എന്ന് പറഞ്ഞു. അന്നേരം ഒന്നും എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് എന്നോട് പറയുവാനിടയായി തീർന്നത്. ഇപ്രകാരം എഴുതി കാണിച്ചു. അപ്രകാരം തന്നെ പുള്ളിക്കാരൻ വിശ്വാസത്തിൽ ഉറച്ച് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥന ഓരോ ദിവസവും മുന്നോട്ട് പോയി. പാസ്റ്റർ ആഴ്ചയിൽ വരുന്നുണ്ട്, ബൈജു പാസ്റ്റർ ആഴ്ചയിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് തീരെ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ എനിക്ക് എഴുന്നേക്കാനോ ബെഡിൽ നിന്ന് എഴുന്നേക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം എനിക്കുണ്ടായി. ക്ഷീണം വരും. ഞങ്ങളുടെ തൊട്ട് മേളിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സായ ഒരു സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് എടുത്തോണ്ട് വരും. എനിക്ക് ട്രിപ്പ് ഇടും, രാവിലെയും വൈകുന്നേരവും എനിക്ക് ട്രിപ്പ് ഇടും. പുള്ളിക്കാരി വീട്ടിലുള്ള സമയത്ത് എനിക്ക് ട്രിപ്പ് ഇടും, അപ്പോഴല്ലേ ട്രിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ സാഹചര്യത്തില് ട്രിപ്പ് ഇടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി, എന്റെ ഹസ്ബൻഡ് എന്നെ വിശ്വസിച്ച് വീട്ടിലാക്കിയിട്ടും പോകും ഒറ്റയ്ക്ക്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു 6 മാസമായപ്പോൾ മോനെയും കൊണ്ട്, മോളെ വിളിക്കാനായിട്ട് എനിക്ക് ഒത്തിരി നടക്കാൻ പറ്റത്തില്ല. പതുക്കെ ഞാൻ പറഞ്ഞു ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഞാൻ ഹൈവേ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അപ്പുറവും ഇപ്പുറവും നോക്കി ഞാൻ റോഡ് ക്രോസ് ചെയ്യുക. അപ്പുറവും ഇപ്പുറവും നോക്കി ഞാൻ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല.
ഞാൻ റോഡിന്റെ നടുക്കെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലോട്ട് വരുന്ന ഒരു കാറ് വന്ന് എന്നെ തൊട്ടില്ലെന്നായി നിൽക്കുക. എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് മുൻവശം കാണാൻ വയ്യ, വയറ് ഒത്തിരി ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പതുക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അപ്പുറം നോക്കിയാ പോയത്. ഈ കാർ ഏത് സ്പോട്ടിൽ വന്നോ, എത്ര സ്പീഡിൽ വന്നോ ഒന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്തു. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചിരിച്ച് ഞാൻ അതിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ എത്ര വേദന ഉണ്ടെങ്കിലും, ഭാരമുണ്ടെങ്കിലും, പ്രയാസമുണ്ടെങ്കിലും ഞാൻ ആരോടും എൻ്റെ വേദന ഷെയർ ചെയ്യാറില്ല. ഞാൻ ആരോടും എൻ്റെ വിഷമം പറയാറില്ല. പക്ഷെ ഞാൻ അതെല്ലാം എല്ലാവരുടെയും മുൻപിൽ ഞാൻ ചിരിച്ചു നടക്കുന്നതായ ഒരു ഒത്തിരി തമാശ പറഞ്ഞ് ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് അങ്ങ് പോയി. അവിടെ ജനം എല്ലാം കൂടി ഇതെന്റെ ഹസ്ബൻഡിന്റെ ചെവിയിലെത്തി. ഹസ്ബൻഡ് വന്നു. പിന്നെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, വണ്ടി അങ്ങ് പോയി എന്ന് പറഞ്ഞ് ചിരിക്കുവാനിടയായി. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഇതെന്തോ തമാശ കാണിക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്നോട് ദേഷ്യം. ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം ആരോഗ്യം തന്നല്ലോ, ദൈവം ആയുസ് തന്നല്ലോ എന്ന് പറഞ്ഞു. അതേസമയം 6.5 മാസമായപ്പോൾ പിന്നെയും എന്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. ചെക്കപ്പിന് പോയിട്ട് BP എല്ലാം നോർമലാണ്, ഷുഗർ എല്ലാം നോർമലാണ്, എല്ലാം നോക്കി ഭവനത്തിൽ വന്നു. വൈകിട്ടായപ്പോൾ എൻ്റെ മന്തുകാല് പോലെയായി. കാല് മൊത്തത്തിൽ അങ്ങ് നീരായി, ശരീരം മുഴുവനും അങ്ങ് നീരായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാം സംഭവിച്ചത്. ഈ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, റൂമിൽ പോയി ഡോക്ടറെ കണ്ടു, ഭവനത്തിൽ വന്നു. വൈകുന്നേരമായപ്പോൾ എൻ്റെ ശരീരം കംപ്ലീറ്റ് അങ്ങ് നീരായി വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. ആ സമയത്ത് ചെരുപ്പ് എനിക്ക് ഇടാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പാസ്റ്ററാണ്, അച്ഛൻ പറഞ്ഞു, മക്കളെ നമുക്ക് ഹോസ്പിറ്റലിൽ അവളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ BP ഹൈ ആണ്. BP ഒട്ടും താഴുന്നില്ല, BP പെട്ടെന്ന് ഹൈ ആയി 280 വരെയായി. അപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ സ്റ്റേജിൽ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ സാരമില്ല, പക്ഷേ ഈ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന ഈ സമയത്ത് ഇത്രയും BP എന്ന് പറയുന്നത് ഹൈയിൽ അപ്പുറമാണ്, നമുക്ക് പ്രതീക്ഷയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറയാനിടയായി. എന്നെ അഡ്മിറ്റ് ചെയ്തു. സിസ്റ്റർമാരോട് പറഞ്ഞു, സുനിത എന്ന പേഷ്യന്റ് ഈ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ അനുവദിക്കരുത് എന്ന് പറയുവാനിടയായി. സിസ്റ്റർ നോക്കിയിരുന്നു. ഹസ്ബൻഡ് വരും, സംസാരിക്കും, കാര്യങ്ങളെല്ലാം പറയും, പോവും, രാവിലെ വരും, വൈകിട്ട് വരും, ഇങ്ങനെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോയിട്ട് ഒരു 6.25 മാസമായപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറയുവാനിടയായി, സുനിത രാവിലെ 5 മണിക്ക് കൗൺസിലിങ്ങിന് വന്നു. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, സുനിത ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുനിതയുടെ ജീവൻ അപകടം സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് സർജറി ചെയ്യാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, സാരമില്ല ഡോക്ടറെ, കുഴപ്പമില്ല, എന്താന്ന് വെച്ചാൽ ഡോക്ടറുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. കാരണം നമുക്ക് എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പിന്നെ മുന്നോട്ട് പോയാൽ എന്തോന്നും നമുക്ക് അറിയത്തില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചു വരുത്ത് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന്, അന്ന് എന്റെ കയ്യിൽ ഫോണില്ല, അടുത്ത് കിടന്ന ഒരു കൊച്ചിന്റെ ഫോൺ വാങ്ങിച്ചു, ഹസ്ബൻഡിനെ വിളിച്ചു വരുത്തി. സിസേറിയന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 6.25 മാസമേ ആയിട്ടുള്ളൂ. ക്രമീകരിച്ചു. ഡോക്ടർ പോയി. 10 മണിക്ക് സിസേറിയൻ ചെയ്യാനായിട്ട് തിയേറ്ററിൽ കയറ്റി. ഹസ്ബൻഡ് വന്നു. അപ്പോ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് കുഞ്ഞിനെയോ അമ്മയെയോ കുഞ്ഞിനെ ഒന്നേ കിട്ടത്തുള്ളൂ എന്ന് പറയുവാനിടയായി. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ആരെ വേണമെന്ന് എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഡോക്ടറെ എന്റെ മോനെയും വേണം, എനിക്ക് എന്റെ വൈഫിനെയും വേണം, 2 പേരെയും ദൈവം എനിക്ക് തരും, ആയുസോടെ ദൈവം തരും എന്ന് പറയുവാനിടയായി. ആ ഡോക്ടർ ഒരു ഹിന്ദു നായർ ഡോക്ടറാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, അതെങ്ങനെ പറയാൻ പറ്റും, കാരണം ഞങ്ങൾക്ക് പോലും അറിയത്തില്ല വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞാണാന്നോ പെണ്ണാന്നോ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതെനിക്ക് മോനെയും തിരിച്ചു തരും, എന്റെ വൈഫിനെയും തിരിച്ചു തരുമെന്ന് പറയുവാനിടയായി. സിസേറിയൻ ചെയ്യാനായിട്ട് അവര് തിയേറ്ററിൽ തന്നെ കയറ്റി. ഞാൻ സിസേറിയൻ ചെയ്യാൻ ബെഡിൽ കിടന്നു, ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ മരവിക്കുന്നില്ല, എനിക്ക് യാതൊരു ഇതും സംഭവിക്കുന്നില്ല.
അവരല്പം ഡോസ് കൂട്ടി ഒരു ഇഞ്ചക്ഷനും കൂടെ എന്റെ നട്ടലിലെടുത്തു. എന്നിട്ടും എനിക്ക് യാതൊരു വ്യത്യാസവും കാണുന്നില്ല. എന്നാൽ ഈ 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടും എനിക്ക് നട്ടലിൽ എടുത്തിട്ടും എനിക്ക് മരവിപ്പ് സംഭവിക്കാത്തത് കൊണ്ട് ഇവരെന്നെ മൊത്തത്തില് മയക്കുവാനിടയായി. അത് കുറച്ചുകൂടെ ഡോസ് കൂട്ടി മയക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ കൂട്ടിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എങ്കിലും ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് കിടക്കും. അപ്പൊ എന്നോട് ചോദിക്കുന്നുണ്ട്, മൂത്തത് മോളാണോ മോനാണോ? ഞാൻ പറഞ്ഞു അത് മോളാണ് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ. പക്ഷെ സംസാരിക്കാൻ ക്ലിയർ ആയിട്ട് തിരിയുന്നില്ല എന്നുള്ളത്, നാക്കൊക്കെ അങ്ങ് കട്ടിയായി പോയി. അതൊരു വല്ലാത്തൊരു സ്റ്റേജില് ഡോക്ടർ സിസേറിയൻ ചെയ്തു മോനെ എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, സുനിത, ഇയാളെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ ഒരു മോനാണ്, പക്ഷെ മോന് വെയിറ്റ് കുറവാണ് എന്ന് പറയുവാനിടയിൽ. ആ സ്പോട്ടിൽ തന്നെ ഇവ കരഞ്ഞ ശബ്ദവും ഞാൻ കേട്ടു. അത്രയും മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, അത്രയും മാത്രം എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഈ ബെഡിൽ കിടക്കുമ്പോൾ എന്നെ സിസേറിയൻ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കിടക്കുക. എന്റെ 2 സൈഡിലായിട്ട് രണ്ട് വെള്ള ചിറവുള്ള 2 വ്യക്തികൾ വന്ന്, വെള്ള വസ്ത്രധാരികളായ 2 വ്യക്തികൾ എന്റെ 2 സൈഡിലും വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാഴ്ച ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക. അവര് 2 പേരും എന്നെ 2 കൈയിൽ പിടിച്ചിട്ടുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ തന്നെയാണ് എന്നോട് മോനാണ് എന്ന് പറയുവാനിടയായത്. പിടിച്ചിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഇനി വാ നമുക്ക് പോകാം. എനിക്കറിയത്തില്ല, എന്നെ ഇവരിങ്ങനെ 2 പേരും 2 സൈഡിലായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ മധ്യഭാഗത്തൂടെ ഇങ്ങനെ പറന്ന് പോവുക. എനിക്കറിയത്തില്ല ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നോ ഞാൻ എന്താണെന്നോ ഈ നിൽക്കുന്നവര് എന്താണെന്നോ. ഇങ്ങനെ വേദപുസ്തകത്തിലെ വായിച്ചു കേട്ടിട്ടുണ്ട്. ദൈവദാസന്മാര് അല്ലെങ്കിൽ ദൈവദാസിമാര് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളവസ്ത്രധാരികളായ ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാര്, ദൈവാത്മാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. പക്ഷെ ദൈവം എന്താണ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ 2 പേരെന്നെ കൈ പിടിച്ചു കൊണ്ടുപോയി. അവര് 2 പേരും പറക്കുന്നുണ്ട്, എന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞാനും അവരുടെ കൂടെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. 3 കിളികൾ ഇങ്ങനെ അടുപ്പിച്ച് പറന്നു പോയാൽ ഇങ്ങനെ അതുപോലെ ഞാൻ പോകുന്നുണ്ട്. എന്നെ ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു. ഞാൻ നോക്കുമ്പോ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എന്തൊരു തേജസ്സാ, അല്ലെങ്കിൽ എന്തൊരു സ്വർണമാണോ വൈഡൂര്യമാണോ എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇവര് പറഞ്ഞു, ഒത്തിരി സ്ഥലങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു അരുവി കണ്ടു. തോട് പോലെ ഒരു അരുവി കണ്ടു. നല്ല വെള്ളം നമുക്ക് കയ്യിൽ കോരിക്കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അത് എന്താണ്. അതിനെക്കുറിച്ച് വർണ്ണിക്കാനേ പറ്റത്തില്ല. ഇങ്ങനെ അതിൽ നിന്ന് അല്പം ഞാൻ ഇങ്ങനെ കോരി കുടിക്കാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ കുടിക്കരുതേ എന്ന് പറഞ്ഞു. ഞാൻ അതങ്ങ് വിട്ടിട്ട് ഞാൻ അങ്ങ് പോയി, അവരുടെ കൂടെ അങ്ങ് പോയി. ഒത്തിരി വീടുകൾ എന്നെ കാണിച്ചു. അതൊന്നും എന്തോ പറയാൻ, അതൊന്നും നമുക്കതങ്ങ് അങ്ങോട്ട് ഉൾക്കൊള്ളാനെന്നല്ല, നമ്മുടെ കണ്ണ് നമുക്ക് തുറന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. തിളക്കം എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര തിളക്കവാ. ഈ ഓരോ വീടുകളും ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ വീട് കണ്ടോ, ഈ വീട് കണ്ടോ, ഈ വീട് കണ്ടോ. ഇങ്ങനെ ഒത്തിരി വീടുകൾ ഇങ്ങനെ കാണിച്ചു. ഈ ഒത്തിരി വീടുകൾ കണ്ടിട്ട് ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോ ഒത്തിരി വ്യക്തികൾ, സഹോദരന്മാര് ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ചിങ്ങനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് കാണുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ ഇനി താഴെ കൊണ്ട് വിടണ്ട, എനിക്ക് ഇനി ഇവിടെ നിന്നാൽ മതി എന്നിങ്ങനെ പറയുവാനിടയായി തീർന്നു. പക്ഷെ ഇങ്ങനെ കണ്ട് പോയിട്ട് ഒരു വീട് എന്നെ കാണിച്ചു. ഏകദേശം കുറച്ച് പണിയേ ആയിട്ടുള്ളൂ. അപ്പൊ എന്നോട് ആ വീടിന്റെ അടുത്ത് കൊണ്ടു ചെന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ വീട് ആർക്കുള്ളതാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുക, എനിക്കറിയത്തില്ല എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടി പണിയുന്ന വീടാ, നീ ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിന്റെ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല. നീ ഈ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ നിന്നെ ഞങ്ങൾ വന്ന് കൊണ്ടുവരും. ഇത് കാണിക്കാൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത്. ദൈവസന്നിധിയിൽ
നാം വിശ്വസ്തയോടെ ജീവപുസ്തകത്തിൽ പേരെഴുതി ഇട്ടിട്ടുണ്ട്. ആ പേര് മായാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. ആ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ വീട് നഷ്ടമാകും. അതുകൊണ്ട് നീ ജീവപുസ്തകത്തിൽ നിന്റെ പേര് മായാതെ നീ വിശ്വസ്തയോടെ നിൽക്കുക അന്ത്യം വരെ എന്ന് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. ഞാൻ ചോദിച്ചു, എന്താണിത്? ഇത് സ്ഥലം എവിടെയാണ്? അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നിൽക്കുന്നവരെ കണ്ടോ? ഇവരെല്ലാം ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന വ്യക്തികളാണ്. ഈ നിൽക്കുന്ന വ്യക്തികളെല്ലാം ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന, ദൈവനാമത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്ന് അവർ വിശ്വാസത്തിൽ ഉറച്ചു ജീവിച്ച വ്യക്തികളാണ് ഈ നിൽക്കുന്നവര്. അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, രാപ്പകലില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്രകാരം ദൈവദൂതന്മാർ ഇത് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്നെ കാണിച്ചു. ഞാൻ അതിലൊക്കെ ഒന്ന് തൊട്ടു നോക്കിയപ്പോൾ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇത് സ്വപ്നമാണോ, ഇത് ദർശനമാണോ, എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞു. ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ സന്ദർശിച്ച് പോകുന്ന സമയത്ത് എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഈ ദൂതന്മാർ എന്നോട് പറയുന്നുണ്ട്. നീ അനേകരെ ദൈവനാമത്തിന് വേണ്ടി, അനേകർക്ക് വേണ്ടി നിൽക്കേണ്ടവളാണ്. അതുകൊണ്ട് നിന്റെ സമയമായിട്ടില്ല. നിന്റെ സമയമാകാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുവാനിടയായി തീർന്നു. ഒരു അരമണിക്കൂറോളം അവിടെ നിന്നു. പക്ഷെ എനിക്ക് അരമണിക്കൂറൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് സമയം, ജസ്റ്റ് ഒരു സമയം എന്നേ തോന്നിയിട്ടുള്ളൂ. കാരണം എനിക്കതങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ ഭയങ്കരമായ തിളക്കമാണ്. മുത്തുകളാൽ നിർമ്മിച്ച ഇതാ വേദപുസ്തകത്തിൽ പറയുന്നില്ല, മുത്തുകളാൽ, ഈ പാട്ടുകാരൻ പറയുന്നു, മുത്തുകളാൽ നിർമ്മിതമായ 12 ഗോപുരം. അതുപോലെ തന്നെയാണ്, ആ അവസ്ഥ തന്നെയാണ് അവിടെ. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. ഇത്രയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആണോ? വേദപുസ്തകത്തിൽ പറയുന്ന അതേപോലെ തന്നെയാണ്. 24 മണിക്കൂറും അവിടെ ആരാധനയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. ദൈവത്തെ സ്തുതിയും സ്തോത്രവും അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. ഇപ്രകാരം കാണിച്ചു കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവിട്ടു. ഇനി പോകാം എന്ന് പറഞ്ഞ് തിരിച്ചെന്റെ ബോഡിയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത്, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല. അവിടെ നോക്കുമ്പോൾ എന്റെ മുഖത്തൂടെ വെള്ള മുണ്ട് മൂടിയിട്ടിട്ടുണ്ട്. ഈ സംഭവം മാത്രം എനിക്കറിയാം. അതുപോലെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഇവര് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ബ്ലഡും ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് അത് എടുക്കാതെ സ്ട്രെച്ചറിൽ ഇങ്ങോട്ട് മാറ്റി ഇട്ടതായി ഇവര് ഡോക്ടേഴ്സൊക്കെ മാറ്റി ഇട്ടിട്ട് ബാക്കിയുള്ള സിസ്റ്റർമാരെ സിസേറിയൻ ചെയ്യാനായിട്ട് ഉള്ള ഒരുക്കത്തിലായിരുന്നു. എന്നാൽ ഈ മാറ്റിയിട്ട സമയത്ത് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്റെ തലയിൽ കൂടി, മുഖത്തുകൂടെ വെള്ളം മുണ്ട് മൂടിയിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദൈവമേ ഇതെന്താണ് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ദൈവത്തോട് ചോദിച്ചിട്ട് ഞാന് സ്തോത്രം 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 എന്ന് പറഞ്ഞു കിടന്ന സമയത്ത് ഒരു അറ്റൻഡർ എന്തോ അത്യാവശ്യ സാധനം എടുക്കാനായിട്ട് ഷോറൂമിലോട്ട് പോയതാ. പക്ഷെ എന്റെ സ്തോത്രം വിളി കേട്ടുകൊണ്ട് പുള്ളിക്കാരി അവിടെ ബോധം കെട്ട് വീണു. ഈ പുള്ളിക്കാരിയെ നോക്കി കാണാത്തത് കൊണ്ടും വേറൊരു അറ്റൻഡർ വന്നു. പുള്ളിക്കാരനും അവിടെ വീണ് കിടക്കുക. ഈ 2 പേരൊന്നും കാണാത്തത് കൊണ്ട് അടുത്തൊരാൾ വന്ന സമയത്ത് ഒരാള് മരിച്ചു കഴിഞ്ഞു. ആദ്യം വന്ന ലേഡി അറ്റൻഡർ മരിച്ചു കഴിഞ്ഞു. മറ്റേ അറ്റൻഡർക്ക് ബോധമില്ല, വീണ് കിടപ്പുണ്ട്. അപ്പോഴും ഇവര് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്? അപ്പോഴും എന്നിൽ നിന്ന് സ്തോത്രം ഉയരുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചു മാറ്റിയിട്ടിരുന്ന ബോഡിയിൽ നിന്ന് സ്തോത്രം വരുന്നു. ആ ശബ്ദം കേട്ട് പേടിച്ചാണ് ഞങ്ങൾ വീണുപോയത് എന്ന് പറയുവാനിടയെ. ഇത് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. സ്റ്റിച്ചൊന്നും ഇട്ടിട്ടില്ല. പെട്ടെന്ന് എനിക്ക് ബോധമുണ്ട് എന്ന്, അനക്കമുണ്ട് എന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 2-3 സ്റ്റിച്ച് ഡോക്ടർ ഇട്ടിട്ട് പെട്ടെന്ന് എന്നെ അങ്ങ് മാറ്റിയിട്ടിട്ട് ഇങ്ങനെ അവിടെ സിസേറിയൻ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനാണ് എന്നെ ഒരു വൈകുന്നേരമായിട്ടും ഇവരെന്നെ പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഡോക്ടറെ സുനിത ഉണ്ണിയെ ഇതുവരെ കൊണ്ടുവന്നില്ല, കുഞ്ഞിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു.
അപ്പൊ പറഞ്ഞു അല്പം ബ്ലീഡിങ് ആണ്, അത് കഴിയുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇടയായി. കഴിഞ്ഞു. പിറ്റേന്ന് തന്നെ വാർഡിലോട്ട് മാറ്റി. ഞാൻ അബോധാവസ്ഥയിലാണ്. എന്റെ ഒരു 3 ബെഡ് അടുപ്പിച്ചിട്ടിട്ടാണ് എന്നെ അതിൽ കിടത്തിയിരുന്നത്. കാരണം ഈ BP ഹൈ ആയപ്പോൾ എന്റെ ശരീരം മുഴുവനും അങ്ങ് നീരായിട്ട് എനിക്ക് 1 ബെഡിലോ 2 ബെഡിലോ കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 3 ബെഡ് അടുപ്പിച്ചിട്ടിട്ട് എന്നെ അതിൽ കിടത്തുവാനിടയായി. എന്നിട്ടും അതില് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. 3 ബെഡ് അടുപ്പിച്ചിട്ടിട്ട് എന്നെ അതിൽ കിടത്തി. ഡോക്ടർമാര് പറഞ്ഞു ബ്ലഡ് അത്യാവശ്യമാണ്, ബ്ലഡ് ഒത്തിരി വേണം എന്ന് പറയുവാനിടയായി. എന്നാൽ ബ്ലഡ് ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരൻ, ഒരു പാസ്റ്ററുണ്ട്, അച്ഛനും കൂടെ ബ്ലഡ് സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ബ്ലഡ് ഇടുന്നതനുസരിച്ച്, ബ്ലഡ് കുത്തി ഇടുന്നതനുസരിച്ച് എന്നിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ട് ബ്ലഡ് പൊക്കോണ്ടിരിക്കുക. ഒരു കുപ്പി ബ്ലഡ് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയായിട്ട് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താ ഇതിന് പ്രോബ്ലം പറ്റിയത്, അല്ലെങ്കിൽ എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒരു 7 ദിവസം വരെ അങ്ങനെ അങ്ങ് നീണ്ടുപോയി. ഇത്രയും ബ്ലീഡിങ് ആയിട്ട് 7 ദിവസം വരെ നീണ്ടുപോയി. പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി വിടുതൽ തന്നു. സ്റ്റിച്ച് 3 സ്റ്റിച്ച് തന്നെ കിടപ്പുണ്ട്. എന്തായാലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. സ്റ്റിച്ച് പഴുക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിനോ അനുവദിച്ചില്ല. പൂർണ്ണമായിട്ട് കരിയുവാനിടയായി തീർന്നു. ദൈവത്തിനറിയാം, ദൈവത്തിന് ഉദ്ദേശമുള്ള, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്ന് ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് എത്ര ഭാരം വന്നാലും, മരിച്ച് ലാസറിനെ ഉയർപ്പിച്ച ദൈവം മരിച്ച് 3-ാം ദിവസം അടക്കി 3-ാം ദിവസം നാറ്റം വെച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കർത്താവായ യേശുക്രിസ്തു വന്ന് ഉയർപ്പിച്ചു എങ്കിൽ, ആ ബോഡിയെ ദൈവം ഉയർപ്പിച്ചു എങ്കിൽ, അതുപോലെ നമ്മളെയും, നമ്മൾ ദൈവത്തിന് വാഗ്ദത്തമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തമില്ലാതെ ഒരു വ്യക്തി പോലും, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ഒരു പ്രതിസന്ധി കൂടാതെ ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. കാരണം അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന്റെ പൈതലാണ്. അവർ കണ്ണുനീര് കുടിക്കുവാനോ അല്ലെങ്കിൽ അവർ വേദനപ്പെട്ട് നിരാശപ്പെടുവാനോ ദൈവം അനുവദിക്കത്തില്ല. ഒരു വിത്ത് വീണ് കിടന്നാൽ അത് കിളിർത്ത് വരും. അത് വെള്ളത്തിന്റെ അംശം തട്ടുമ്പോൾ, വെള്ളത്തിന്റെ നനവ് തട്ടുമ്പോൾ ആ വിത്ത് മുളച്ചു വരുന്നത് പോലെ ദൈവം പുനർജന്മമായിട്ട്, ദൈവം പുനർജീവനായിട്ട് ദൈവം ഉയർപ്പിച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന ഈ ഈ ആരോമ ടിവിയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കുറിച്ച് എപ്രകാരം ആഗ്രഹിക്കുന്നുവോ, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നാം വഴങ്ങി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ദൈവത്തിന്റെ കരങ്ങളിൽ നാം താണിരുന്നാൽ നമുക്ക് നിഗളമല്ല വേണ്ടത്, നമുക്ക് അഹങ്കാരമല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ നാം താണിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് അധികം വിദൂരമല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്രകാരം ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 15-ാമത്തെ ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഭവനത്തിൽ വന്നു. എന്നാൽ എന്നെ ഭവനത്തിൽ കയറുവാൻ നോക്കിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് എന്റെ ശരീരം അങ്ങ് വീർത്തതാണ്. കയറാൻ പറ്റുന്നില്ല. ആ സമയത്ത് ദൈവം ചരിഞ്ഞു നിന്നിട്ട് 2 പേര് അകത്തു നിന്ന് പിടിച്ചു വലിക്കുമായിരുന്നു, 2 പേർ പുറത്തു നിന്ന് തള്ളുമായിരുന്നു. ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഞെരുങ്ങിയായിരുന്നു അങ്ങ് കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പുറത്തിറങ്ങാറില്ല. കാരണം വേദന, അത് ശക്തമായ വേദനയാണ് എനിക്ക് വയറിന്. അപ്രകാരം ഓരോ നിമിഷവും ഇങ്ങനെ കടന്നുപോയി. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ, ഓരോ വേദനകൾ വരുമ്പോഴും ഞാൻ ദൈവത്തോട് ഇപ്രകാരം ചോദിക്കും, ദൈവമേ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തെ അറിഞ്ഞിട്ടാണോ? മറ്റുള്ളവർ കേട്ടാൽ എന്ത് പറയും, അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ ഓടിക്കൂടി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ എനിക്കത് മനസ്സിലായി. ഞാൻ ആ കഷ്ടതയിൽ കൂടെ പോയത്, ആ വേദനയിൽ കൂടെ പോയത് എനിക്കേറെ ഗുണമായി എന്ന് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിനെ ഓരോ ഘട്ടത്തിൽ കൂടെ, ഒരു പൊന്നായി വരണമെങ്കിൽ അത് പല പ്രാവശ്യം അത് തീയിൽ കിടന്ന് ശോധന ചെയ്യണം. ആ പൊന്നിനെ തീയിലിട്ട് ശോധന ചെയ്ത് അത് ഉരുകി അതിന്റെ കേടുകളെല്ലാം മാറി, അതിന്റെ കീടങ്ങളെല്ലാം മാറി, അത് നല്ലൊരു തിളങ്ങുന്ന ഒരു പൊന്നായി പുറത്തു വരണമെങ്കിൽ അത് അനേകം കഷ്ടതയിൽ കൂടെ കടന്നു പോകണം. അനേകം വേദനയിൽ കൂടി ആ പൊന്ന് കടന്നു പോയേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ആ പൊന്ന് വഴങ്ങി കൊടുത്താൽ മാത്രമേ ആ തട്ടാന് ബോധിച്ച നല്ലൊരു ഓർണമെന്റ്സ് ആക്കി, അല്ലെങ്കിൽ നല്ലൊരു പൊന്നാക്കി, തിളങ്ങുന്ന ഒരു പൊന്നാക്കി എടുക്കാൻ ആ തട്ടാന് കഴിയത്തുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ ദൈവകരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിപ്പാനിടയായി തീർന്നു.
ദൈവമേ, ദൈവഹിതം എന്താണോ അടിയനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെ അടിയനിൽ നിറവേറണം. അപ്രകാരം തന്നെ അടിയൻ നിറവേറണം. കാരണം നിന്ദിച്ചവരുടെ മുൻപിൽ മാനിച്ച് നടത്തുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിച്ച് സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടാ. ദൈവമേ, തിരിച്ച് ആ വഴിയിലേക്ക് തിരിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കരുത്. കാരണം നായി ഛർദിയിലേക്ക് തിരിയുന്നത് പോലെ ഞാൻ അതുപോലെ തിരിയാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ എന്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോയി. മോനെ 6 മാസത്തെ ബെഡ് റെസ്റ്റ്, 6 മാസം സിസേറിയൻ കഴിഞ്ഞു, 6 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. ദൈവം ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്രകാരം ഒരു കാര്യം നടക്കുവാനിടയായി. ആ മോന് 3 മാസമായപ്പോൾ ഞങ്ങൾ ചർച്ചിൽ പോയി. ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് അമ്മ വയ്യാതിരിക്കുക, തീരെ അവശതയാണ്. ആ സമയത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ അടുക്കളയുടെ വശത്ത് ഒരു എന്തോ ഒരു പിന്നെ ഒരു പത്തിയുള്ള ഒരു നല്ല ഒത്തിരി വിഷമുള്ള ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ അടുക്കളയുടെ വാതിലിൽ ഇങ്ങനെ നിൽക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ അടുക്കളയിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുവാനിടയായി തീർന്നു. അത് നോക്കുമ്പോൾ അത് മൊത്തവും നീലിച്ചിരിപ്പുണ്ട. അത് മൊത്തം നീല കളറായി. ആ അടിഭാഗം എല്ലാം, പത്തിയുടെ ഈ അടിഭാഗം എല്ലാം വെള്ള കളറിലാകേണ്ട പാമ്പിന്റെ അടിഭാഗം എല്ലാം നീല കളറിൽ ഇങ്ങനെ നിന്ന് ആടി നിൽക്കുക. അപ്പൊ ഇത് ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ടു, എടി ഒരു പാമ്പ്. അതിന് നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ എന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് എഴുന്നേറ്റു ചെന്നു. ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, അവന്റെ അടുത്ത് നിപ്പുണ്ട്. അവൻ കണ്ടിട്ടില്ല ഈ പാമ്പിനെ, ആ പട്ടി കണ്ടിട്ടില്ല. പക്ഷേ ഈ പാമ്പ് ഇങ്ങനെ ആടി നിൽക്കുക. ഇത് ഹസ്ബൻഡ് കണ്ടിട്ട് കൈ കഴുകിയിട്ട് അത് ഞങ്ങളുടെ പട്ടി അനങ്ങിക്കഴിഞ്ഞാൽ അതിനെ കൊത്തും, ആ പരുവത്തിന് നിൽക്കുക അവന്റെ പട്ടിയുടെ പുറകുവശത്ത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തോട്ട് വന്നിട്ട് ഒരു ഉണക്ക വടി അവിടെ കിടന്നു. സ്തോത്രം പറഞ്ഞ ആ വടി എടുത്ത് ഒരൊറ്റ അടി അടിച്ചു. അത് അവിടെ വീഴുവാനിടയായി തീർന്നു. സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പാമ്പ് പിടിക്കുന്നവരും ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ ഒരിക്കലും അടിക്കാൻ പാടില്ല, അടിച്ചു കഴിഞ്ഞാൽ അത് പറന്ന് കൊത്തും എന്നാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ പിന്നെ പാമ്പിനെ അടിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ പാമ്പും ചത്തു, ആ വടിയും ഒടിഞ്ഞു. കാരണം അടിക്കാൻ ഓങ്ങുമ്പോഴേ ആ വടിയിൽ പടപട സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ഉണക്ക വടിയായിരുന്നു. എന്നാലും ദൈവം ആ പാമ്പിന്റെ തലയെ ദൈവം അവിടെ തകർത്തു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സർപ്പത്തിന്റെ തലയെ തകർത്ത ദൈവം ആ പാമ്പിന്റെ തലയെ അവിടെ തകർത്തു. എന്നാൽ അത് തിരിഞ്ഞു കൊത്താമായിരുന്നു. അങ്ങനെ ഒന്നും കൂടാതെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ പിടിപ്പിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് കഴിഞ്ഞു. അമ്മ മാതാവിനെ കാണാനായിട്ട് കടന്നുപോയി. മാതാവിനെ കണ്ടു. മാതാവിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. മാതാവ് കളിപ്പിച്ചു. സന്തോഷത്തോടെ ഇരുന്നിട്ട് എന്റെ മാതാവ് ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് വൈകുന്നേരമായപ്പോൾ ഭവനത്തിൽ മടങ്ങി വന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ചേച്ചി പെട്ടെന്ന് വൈകിട്ട് വിളിച്ചു പറഞ്ഞു, എടി അമ്മയ്ക്ക് തീരെ സുഖമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. എന്റെ കുടുംബ വീട് വെഞ്ഞാറമൂടാണ്. അപ്പോ ഗോകുലത്തില് ഹോസ്പിറ്റലിലോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ വരാം എന്ന് പറയുവാനിടയായി. അപ്പോ എന്നോട് പറഞ്ഞു, ഇപ്പൊ നീ വരണ്ട, നീ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ രാവിലെ ആയപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കിച്ചണില് നാത്തൂനുണ്ട്, ഹസ്ബൻഡിന്റെ മൂത്ത പെങ്ങളുണ്ട്, അളിയനുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പോകാനായിട്ട് പെട്ടെന്ന് കിച്ചണില് നിൽക്കുന്ന സമയത്താണ് ചേച്ചിയുടെ ഫോൺ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് വരുന്നു. അനിയ, ഇതുപോലെ അമ്മയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് വരണം എന്ന് പറയുവാനിടയായി. അപ്പൊ എന്നോട് പറഞ്ഞടി ഒരുങ്ങ്, നമുക്ക് വീട്ടിലോട്ട് പോണം എന്ന് പറയാനിടയായി. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ പറ ഫോൺ വരുന്നുണ്ട്. ഇത് എല്ലാം ഞാൻ ഒരു പൊട്ടിയെ പോലെ കേട്ട്, ഒരു പൊട്ടിയെ പോലെ ഞാൻ ഇങ്ങനെ നിൽക്കുക. എനിക്കൊന്നും അറിയത്തില്ല, എന്തോ സംഭവിക്കുന്നത് ഒന്നും അറിയത്തില്ല. വീട്ടിൽ പോകുന്നു, അമ്മയെ കാണാൻ പോകുന്നു, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ. ഞങ്ങൾ നേരെ ബസ്സിന് ചെന്ന് അവിടെ ഇറങ്ങി ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയം അമ്മയുടെ ഇളയ അമ്മാച്ചൻ നടന്നു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അമ്മാച്ചൻ പോകുന്നു. അപ്പം ഓട്ടോ നിർത്തി അമ്മാച്ചൻ ഇതിൽ കയറ്റി. ഞാൻ ചോദിച്ചു, എവിടെ ഹോസ്പിറ്റലിൽ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഡോക്ടറെ ഒന്ന് കാണാൻ പോവാ സുനിത എന്ന് പറഞ്ഞു.
പറഞ്ഞു. വീട്ടിനടുത്തെത്തിയപ്പോ വീട്ടിൽ പന്തല് കിടക്കുന്നത് കണ്ടത് അന്നേരമാണ്. അന്നേരം ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? കാരണം രാവിലെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് ഒന്നും അറിയില്ല. എൻ്റെ അമ്മ 8:45 കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു. അതറിയാതെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതും വരുന്നതുമെല്ലാം. ചെന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും. അപ്പോ ഞാൻ വിചാരിച്ചു, എനിക്ക് അമ്മ പോയെങ്കിലും എനിക്ക് ആശ്രയമുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, ആങ്ങളമാരുണ്ട്, അവരെനിക്കുണ്ട്. എനിക്കൊരു എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഓടിയെത്തും ചേച്ചി, അതുപോലെ ആങ്ങളമാരായാലും. അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് ഞങ്ങൾ 4 മക്കളും ഇങ്ങനെ ജീവിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓരോ കാര്യങ്ങൾ വന്നു, കാര്യങ്ങളെല്ലാം സഹകരിച്ചു, പോയി വന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഓരോ ദിവസവും മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തില് ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഞാന് എൻ്റെ മോക്ക് 2018 ജനുവരി മാസം 28-ാം തീയതി എൻ്റെ മോക്കൊരു വയറുവേദന വരുന്നുണ്ട്. മോൾക്കൊരു വയറുവേദന വന്നു. ഞാന് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി ഒരു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവറാന്ന് പറഞ്ഞു. ഓക്കെ, അഡ്മിറ്റ് ചെയ്തു. ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു 3-ാമത്തെ ദിവസം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു മോള് ഛർദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് ഛർദിച്ചിട്ടാ കൊണ്ടുപോയത്. ഛർദില് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം രാത്രിയായപ്പോൾ ഇവളങ്ങ് ഒത്തിരി ഛർദിക്കുവാനിടയായി. ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്നു. രാവിലെ തിരുവനന്തപുരം SIT മാറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നു. അവിടെ കാണിച്ചത് കോട്ടയത്തുള്ള ഒരു ജോർജ് തോമസ് എന്നും പറഞ്ഞൊരു ഡോക്ടറെ ആയിരുന്നു. മർത്തോമയിലെ ഡോക്ടറാണ്. മർത്തോമ പള്ളിയിലെ ഡോക്ടറാണ്. പുള്ളിക്കാരനെ കാണിച്ചു. ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ ഇപ്രകാരം പറയുവാനിടയായി, സിസ്റ്ററെ, ഈ ജിൻസിയുടെ അടുത്ത് എപ്പോഴും ഒരു വ്യക്തി, ഒരാള് കൂടെ വേണം എന്ന് പറയുവാനിടയായി. എപ്പോഴും ഒരു വ്യക്തിയുടെ ഒരാളിന്റെ കണ്ണ് എപ്പോഴും ജിൻസിയുടെ മേൽ വേണമെന്ന് പറയുവാനിടയായി. ഇങ്ങനെ പറഞ്ഞ് ഓരോ ദിവസവും മുന്നോട്ട് പോയി. വൈകിട്ട് നേരം ആയപ്പോൾ ഇവള് പറഞ്ഞു മമ്മി എനിക്ക് ഇച്ചിരി ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ അല്പം ചോറ് കൊടുത്തു. 2-3 പ്രാവശ്യം വാരി കൊടുത്തു. അത് കഴിച്ചിട്ട് ഇവൾ എന്നോട് പറഞ്ഞു മമ്മി എനിക്ക് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ ഞാൻ പിടിച്ചുകൊണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വേണ്ട മമ്മി എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ മതി എന്ന് പറയുവാനിടയായി. ഞാൻ പിടിച്ചു കൊണ്ടുപോയി. അന്ന് എനിക്ക് ശരീരത്തിന് ഇച്ചിരി ബലഹീനത ഉണ്ടായിരുന്നു. പിടിച്ചു കൊണ്ടുപോയി. അപ്പോഴത്തേനും ഇവളങ്ങ് ഒത്തിരി ഛർദിക്കുവാനിടയായി. ഛർദിൽ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഛർദിൽ കഴിഞ്ഞിട്ട് ഇവളെന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് എന്റെ തോളയിലോട്ട് അങ്ങ് വീഴുവാനിടയായി. ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് ഇവളെ ശരീരം എല്ലാം അങ്ങ് മരവിച്ചു. ഞാൻ പെട്ടെന്ന് എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് അടുത്ത ബെഡിൽ കിടന്ന് 2 പേരെ കൂടെ വിളിച്ചു. ഇവളെ എടുത്തു ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ നോക്കുമ്പോ വല്ലാത്ത ഒരു അവസ്ഥയെ കൂടെ ഇവള് പോയി കഴിഞ്ഞു. അതെനിക്ക് മനസ്സിലായി. എന്നാലും അവിടെയും ദൈവം എന്നെ ഒരു പൊട്ടിയാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവിടെയും ദൈവം എന്നെ പൊട്ടിയാക്കി. ഇത്രയും ഒരവസ്ഥയെ കൂടെ പോയിട്ട് ഞാൻ കൂളായിട്ട് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുക. പെട്ടെന്ന് സിസ്റ്റർ വിളിച്ചു. അവർ ICU മാറ്റി. അവിടെ കിടന്നു. ഡോക്ടർ ഒരു 9:30 ആയപ്പോൾ ഡോക്ടർ വന്നു ICU. അപ്പോ ഡോക്ടർ വരുമ്പോൾ ഞാൻ ICUയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഡോക്ടർ വന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു സോറി മോളെ എന്ന് പറഞ്ഞു. സാധാരണ ഈ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ, സിനിമയിലും ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഡോക്ടർമാര് വന്ന ഒരു പേഷ്യന്റിനെ നോക്കിയിട്ട്
ഡോക്ടർമാർ വന്ന് തോളെ തട്ടിയിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സോറി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ നിന്നിട്ട് എന്താ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സോറി, ബാ എന്ന് പറഞ്ഞു. മോള് ബാ എന്ന് പറഞ്ഞു. എന്നെ തോളെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച്, എനിക്കത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ആ ഒരു സ്ഥാനത്ത് ആ ഡോക്ടർ എന്റെ ഒപ്പം ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമായിട്ടല്ല, ദൈവമാണ് ആ ഡോക്ടറുടെ വേഷത്തിൽ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നത്. ആ സമയത്ത് എനിക്ക് അപ്രകാരം പറയുവാൻ ദൈവം ഇടയാക്കും. അതുപോലെ തന്നെ എന്നെ പിടിച്ച് ബെഡിൽ കൊണ്ടിരുത്തി എൻ്റെ അടുത്ത് ബെഡിൽ ഇരിപ്പുണ്ട്, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ധൈര്യമായിട്ട് നിൽക്കണം, വിശ്വസിച്ച് പ്രാർത്ഥനയിൽ മുന്നേറണം, ഒരു കാരണവശാലും തളർന്നു പോകരുത്, ക്ഷീണിക്കരുത് എന്ന് പുള്ളിക്കാരൻ എന്നോട് പറയുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ പെട്ടെന്ന് മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ അതില് പാസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്, പിന്നെ വിശ്വാസികളുണ്ട്, പല ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യുക. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു 3 മണിക്കൂർ എൻ്റെ അടുത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളതാ. ആൾക്കാരെല്ലാം വന്നുകൂടി. ഇതാരാ, പരിചയക്കാരാണോ, അതോ നിങ്ങൾ ബന്ധുക്കളാണോ, നിങ്ങൾ അയൽവാസികളാണോ, എങ്ങനെയാണ് ഡോക്ടർ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഇത്രത്തോളം കൂളായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യമായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കണം എന്നിതുപോലെ പറയുവാനിടയായിട്ടുണ്ട്. ആൾക്കാർ മൊത്തം വന്നുകൂടി. ഡോക്ടറിന്റെ അടുത്ത് 2-3 മണിക്കൂർ ഉണ്ടായിരുന്നു. അവസാനം ഡോക്ടർ എൻ്റെ അടുത്ത് കാര്യം തുറന്നു പറയുവാനിടയായി. ആ സമയത്ത് എന്നോട് പറഞ്ഞു, ജിൻസി മോള് പോയി എന്ന് പറയുവാനിടയായി തീർന്നു. കാര്യം എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ മോളുടെ തോളെ തട്ടി ഞാൻ പറഞ്ഞു സോറി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു പൊട്ടിയെ പോലെ കേട്ടോണ്ട് നിന്നതല്ലാതെ അതിന് പ്രതികരിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു മനസ്സിലായിരുന്നു. പിന്നെ സംസാരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഇയാൾക്കത് മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തുറന്നു പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നടത്തിക്കൊണ്ടുവന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ഗതി എനിക്ക് വരുത്തിയോ എന്ന് ഞാൻ ചോദിക്കാനിടയായി. കാരണം അന്ന് എൻ്റെ മോക്ക് 13 വയസ്സ്. കാരണം അതങ്ങനെ ചോദിച്ചു പോകും. കാരണം അത്രയും നടത്തി കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടിങ്ങനെ നടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. ഒന്നാമത് എൻ്റെ ശരീരത്തിന് ബലഹീനതയുണ്ട്. മോന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒത്തിരി ബലഹീനത എൻ്റെ ശരീരത്തിലുണ്ട്. പക്ഷേ എങ്കിൽ ദൈവം അതിൽ നിന്നെല്ലാം വിടുതൽ തന്ന് ഇത്രത്തോളം കൊണ്ടുവന്നു. പക്ഷേ ഈ ഒരു പ്രതിസന്ധി ഞാൻ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചു. ഇതിനെ ഞാൻ എങ്ങനെയാ കർത്താവെ ഞാൻ തരണം ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത്? ഇതറിയുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും. അത് കഴിഞ്ഞ് മോളെ ഐസിയുലാക്കി അവിടെ തന്നെ കിടപ്പുണ്ട്. രാവിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്നേരം കുറച്ച് കരഞ്ഞു എങ്കിലും പിന്നെയും എന്നെ ദൈവം ഒരു പൊട്ടിയെ പോലെ ആക്കി എന്നുള്ളതാ, എന്നെ ബലപ്പെടുത്തി എന്നുള്ളതാ, എന്നെ ബലപ്പെടുത്തി ശക്തീകരിച്ചു എന്നുള്ളതാ. എന്നാൽ അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരിക്കലും വേദനിക്കരുത്, ഒരിക്കലും തളർന്നു പോകരുത്. ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥ തളർന്നു പോയാൽ ആ കുടുംബം മൊത്തത്തിൽ തളർന്നു പോകും, താളടിയായി പോകും. അതുകൊണ്ട് ഒരിക്കലും തകർന്നു പോകരുതെന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഇപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ മോളെ കണ്ണ് തുറന്ന് കാണാൻ എനിക്ക് പറ്റുമോ എന്നൊരു ചോദ്യം ഞാൻ ഡോക്ടറോട് ചോദിക്കുവാനിടയായി. ഡോക്ടർ ഒന്നും മിണ്ടിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുവാനിടയായി. രാവിലെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു. ഡോക്ടറുണ്ട്, വൈഫുണ്ട്, അവരെൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു, മോളെ കാണണ്ടായോ എന്ന് ചോദിച്ചു. ഞാൻ ചാടി എണീറ്റ് മുഖം കഴുകി, എനിക്ക് കാണണം ഡോക്ടറെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്ക് പോകാമെന്ന്. പിന്നെയും ഡോക്ടർ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം ഞാൻ ഡോക്ടറുടെ മുഖത്ത് നോക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ആളിന്.
ഞാൻ ഇങ്ങനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോ ഡോക്ടർ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തോ പറ്റി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. കാരണം എന്റെ മനസ്സിന് ഒരു ആശ്വാസം, എന്തോ ഒരു തണുപ്പ് എന്റെ ശരീരം, എന്റെ മനസ്സിന് ഒരു തണുപ്പ് ബാധിച്ചു, ഒരാശ്വാസം എനിക്ക് ആയി. കാരണം എന്നിട്ട് ഞാൻ ചിന്തിച്ചിത്രമാണ്, ദൈവമാണോ നേരിട്ട് ഇറങ്ങി വന്നത്? എനിക്ക് ഇത്രയും എന്റെ മനസ്സിന് ഒരു ആശ്വാസം വരണമെങ്കിൽ അത് അത്രയും ദൈവമല്ലാതെ, ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും അതിന് പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഡോക്ടർ ചോദിച്ചു എന്താ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. പോയി ഐസിയുവിൽ ചെന്നു. ഞാൻ ചോദിച്ചു എന്തിയാ എന്റെ മോളെന്ന് ചോദിച്ചു. അപ്പൊ അവളുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ദാ കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു തല എവിടാ? പറഞ്ഞു തല കാണിച്ചു തന്നു. ഞാന് പ്രിയ പ്രേക്ഷകരെ, ദൈവം ചെയ്ത അത്ഭുതം ഞാൻ പറയുകയാണ്. ആ തലയുടെ ഭാഗത്തു നിന്ന് ഞാൻ തന്നെയാണ് ആ മുണ്ട് മാറ്റിയത്, വെള്ളത്തുണി ഞാൻ മാറ്റുന്നത്. മാറ്റി നോക്കുമ്പോ എന്റെ കുഞ്ഞ് കണ്ണിമ വെട്ടുന്നതാ ഞാൻ കാണുവാനിടയായത്. കണ്ണിമ വെട്ടുന്നത് ഞാൻ കാണുവാനിടയായി തീർന്നു. ദൈവത്തോട് ഞാനൊരു ചോദ്യമേ ചോദിച്ചോളൂ, ദൈവമേ ഞാൻ അവളെ നടത്തിയാ കൊണ്ടുവന്നത്. ഞാന് ഇവിടുന്ന് കാറിലാണെങ്കിൽ പോലും ഞാൻ നടത്തിയ എല്ലായിടത്തും കൊണ്ടുപോയത്. പക്ഷെ ഞാൻ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ എനിക്ക് വന്നുവോ എന്ന് ഞാൻ ചോദിക്കുവാനിടയായി തീർന്നു. ദൈവം അത്ഭുതം ചെയ്തു. പെട്ടെന്ന് ഓക്സിജൻ കൊടുത്തു. 7 ദിവസം അവിടെ കിടന്നു. ഇടയ്ക്കൊന്നൊരല്പം ഓർമ്മ വരും. ആ സമയത്ത് ചോദിക്കുന്നത് പപ്പേ എന്തിയെ, പപ്പേ പപ്പേ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, വീഡിയോ, പപ്പ മോളെ കാണരുത്, മോള് പപ്പയെ കാണണം, ആ രീതിയിൽ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചു കൊടുത്തു. അപ്പോഴെല്ലാം ഫോൺ എടുത്ത് ദൂരെ കളഞ്ഞു, തട്ടിക്കളഞ്ഞു. എനിക്ക് എന്റെ പപ്പയെ വേണം, എനിക്ക് എന്റെ പപ്പയെ വേണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹ്റിനിൽ തന്നെ ആരാധനയ്ക്ക് കൂടുന്ന അവരൊക്കെ എല്ലാം കാര്യങ്ങൾ അറിയാം. അവിടുത്തെ പാസ്റ്റർക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും അറിയാം. അവരെല്ലാം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡിന് മാത്രം കാര്യം എന്തുവാന്ന് അറിയത്തില്ല. ഹസ്ബൻഡിനോട് മാത്രം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അവർക്കെല്ലാം അറിയാം. അപ്പൊ അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു 10 ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വരാനുള്ള സംവിധാനം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ 10 ദിവസത്തേക്ക് വരണ്ട, വെക്കേഷൻ ആയില്ലേ, ഇനിയിപ്പൊ ലീവിന് വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി ആയി, മാർച്ചായി, ഇപ്പൊ ഏപ്രിൽ 2 മാസത്തെ ലീവിന് വന്നു കഴിഞ്ഞാൽ അവളോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കാം. 10 ദിവസം വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പറഞ്ഞ് കാര്യങ്ങളെല്ലാം പോയി 2 മാസത്തേക്ക് ലീവിന് വന്നു, ഹാപ്പിയായി. ഞാൻ എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും ആരോടും ഞാൻ പറയുന്നില്ല. ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം 16ന്റെ അന്ന് അവൾക്ക് ചിക്കൻ ബോക്സ് ആയി. വളരെ കൂടി ഭയങ്കരമായിട്ട് ഒരു സൂചി ഊന്ന സ്ഥലമില്ലാതെ തല മുതൽ പാദം വരെയും അവൾക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് ബാധിച്ചു. ദൈവം അതിൽ നിന്നും വിടുതൽ തന്നു, അത്ഭുതകരമായി വിടുതൽ തന്നു. 2 വർഷം മാസം തോറും ചെക്കപ്പിന് ഞാൻ കൊണ്ടുപോകണമായിരുന്നു. അതെല്ലാം നോർമലായി. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അവളുടെ ലിവർ 75-80% ദ്രവിച്ചു പോയി. അതായിരുന്നു അവളുടെ പ്രോബ്ലം. ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവം അവളെ ആരോഗ്യത്തോടെ എനിക്ക് തന്നു. അതുപോലെ മോനെയും അത് കഴിഞ്ഞ് കുറച്ചു നാൾ മുന്നോട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ അവനൊരു ഇൻഫെക്ഷനായി. അത് എന്തിന്റെയാന്ന് അറിയില്ലായിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ നീരായിട്ട് വന്നു, കണ്ണിന്റെ ഭാഗത്തെല്ലാം അങ്ങ് നീരായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഒരു അമോക്സിലിനും പാരസെറ്റമോളും തന്നു. അത് കൊടുത്തിട്ട് കുറഞ്ഞില്ല. പിന്നെ അടുത്തൊരു ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി. ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഇച്ചിരി ക്രിട്ടിക്കൽ ആണ് എന്ന് പറയാനിടയായി. പെട്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ ചർച്ചിലെ പാസ്റ്റർ വിളിച്ചു. രാത്രി 11 മണിയായപ്പോൾ പാസ്റ്റർ വന്നു, എല്ലാരും വന്നു. വണ്ടിയിൽ ആ സ്പോട്ടില് ഞങ്ങളുടെ ചർച്ചിലുള്ള തന്നെ 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 20 മിനിറ്റ് കൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. അവിടെ കൊണ്ട് കാണിച്ചപ്പോ അവിടെയും ദൈവം എനിക്ക് വേണ്ടി ഒരു ഡോക്ടറെ ഒരുക്കി എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മോളെ കൊണ്ട് ചെല്ലുമ്പോഴും അവിടെ ദൈവം ഡോക്ടറുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇവിടെയും എന്റെ മോനെയും കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടറുടെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്നു.
ഡോക്ടർ തന്നെ സ്കാൻ ചെയ്യാനും എക്സ്റേ എടുക്കാനും എല്ലാം ഡോക്ടർ തന്നെ എടുത്തുകൊണ്ടങ്ങ് പോവുമായിരുന്നു. കൊണ്ടുപോയി സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. അപ്പൊ ഈ ഒരു കോമ്പല്ലിന് ഇൻഫെക്ഷനായി, പല്ലിന് ഇൻഫെക്ഷനായിട്ട് ആ ഇൻഫെക്ഷൻ പഴുപ്പ് തലച്ചോറിലും കണ്ണിലും ബാധിച്ചു. കാരണം അത് ബാധിക്കാൻ ഒരു സൂചി മോന വ്യത്യാസമേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ അവിടെ കൊണ്ടെത്തുന്നത്, മോനെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. അത് കണ്ണിൽ ബാധിച്ചാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും, തലച്ചോറിനെ ബാധിച്ചാൽ ഡെത്ത് സംഭവിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതേ ബോധമില്ലാതെ അവിടെ കൊണ്ടു ചെന്നു. പെട്ടെന്ന് അവര് പിറ്റേന്ന് തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ക്രമീകരിച്ചു. പഴുപ്പ് കുത്തിയെടുത്തു, ആ പല്ലെടുത്തു. ദൈവം അത്ഭുതം ചെയ്തു. അത്ഭുതകരമായൊരു വിടുതല് ദൈവം അവനും വേണ്ടി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം കൊണ്ടുവന്നു. രണ്ടാമതും അതുപോലെ ഒരു ഇൻഫെക്ഷൻ അവന് വന്നു. അതും ഒരു ചെറിയൊരു സർജറിയോടുകൂടി അതും മാറുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലും പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിജീവിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ നടത്തി, തളരാതെ, താണുപോകാതെ, താളടിയാകാതെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ നിർത്തി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിന് ദൈവത്തെ നന്ദി പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ എൻ്റെ ഈ ചെറിയ ഒരു സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാകണം. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കണം. നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ ഓരോ വിശ്വാസം, ചിലപ്പോൾ നിങ്ങളുടെ വിശ്വാസം ചെറുതായിരിക്കും, അതിന്റെ ഒരു വർധനവ് നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ചിന്തിക്കണം, ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് സത്യം തന്നെയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്രകാരം നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കാണണം എന്നുള്ള, നാം ഓടിയതും അധ്വാനിച്ചതും ഒന്നും വൃഥാവല്ല. നാം ഓടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരണം. അപ്രകാരം തന്നെ നാം ഓരോരുത്തരും അതിലുപരിയായി ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാതെ ആ നിത്യതയെ ലക്ഷ്യമാക്കിയായിരിക്കണം നമ്മുടെ ഓട്ടം ഓടേണ്ടത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസം നമ്മുടെ ഓട്ടം, നാം ഓട്ടക്കളത്തിലാണ് പ്രിയമുള്ളവരെ, നാം ഓട്ടക്കളത്തിലാണ്. ആ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ നമുക്ക് മുള്ളുണ്ട്, പറക്കാരയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നാം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താൻ കഴിയും. പിശാച് തടയും, പിശാച് നോട്ടമിടും, പക്ഷേ പിശാചിന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിവില്ല. പിശാചിനെക്കാട്ടിലും, പിശാചിന്റെ കൂട്ടരിലെക്കാട്ടിലും അധികമായ ഒരു ശക്തി, ഒരു ബലം, ഒരു സൈന്യം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ, ആ ധൈര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇത്രയും സമയം ദൈവം നിങ്ങളോടൊപ്പം സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇതിനു വേണ്ടി ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നു. ഒരു വ്യക്തിയെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങള്, ചില പ്രോസസ്സുകള് അതിന്റെ പിന്നിൽ നടക്കുവാനിടയായിത്തീരും. നമുക്ക് ഈ ഭൂമിയിൽ ഉപയോഗപ്രദമായ ഏതൊരു കാര്യവും നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോൾ അത് വളരെ മനോഹരവും ശ്രേഷ്ഠവുമാണ്. എന്നാൽ അതിനു മുൻപ് അത് കടന്നുപോയ ആ ഒരു നിലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെ കയറ്റി ഇറക്കിയതായ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് നിരവധിയാണ്. അത് പക്ഷെങ്കിൽ എല്ലാവരും കണ്ടെന്ന് വരത്തില്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ പുറത്തു വന്ന പ്രൊഡക്റ്റ് അത് കൊള്ളാം, അത് നല്ലതാണ്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതത്തിലെ അരോമ ടിവിയിലൂടെ പങ്കുവയ്ക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ സാക്ഷ്യം. ഇന്ന് ഏറ്റവും നല്ല നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുന്നു, നല്ല ഒരു പാത്രമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. എന്നാൽ അതിനു മുൻപ് ആ പ്രിയപ്പെട്ടവർ കടന്നുപോയതായ ആ പ്രോസസ്സുകൾ എന്ന് പറയുന്നത് അഗ്നിശോധനയുടെ അനുഭവങ്ങൾ.
തീച്ചൂളയുടെ അനുഭവങ്ങൾ, പരീക്ഷണത്തിന്റെ നിരവധി ഘട്ടങ്ങൾ അവരെ കയറി ഇറങ്ങിയാണ് ഇപ്പോൾ ആയിരിക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ ദാസി സുനിത ഉണ്ണിയുടെ ജീവിതത്തിലും അതേ നിലവാരത്തില് പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കയറി ഇറങ്ങി, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായിരുന്നാലും ഒത്തിരി ഒത്തിരി കഷ്ടതകളുടെ അനുഭവങ്ങൾ കയറിയിറങ്ങി. എന്നാൽ ഇന്ന് സന്തോഷത്തോടെ ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു മാനപാത്രമായി കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവം പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർക്ക് പ്രയോജനകരമായ നിലയിൽ ദൈവരാജ്യത്തിന്റെ സന്ദേശം, സുവാർത്ത, സദ്വർത്തമാനം ആമേനെ എത്തിക്കുവാൻ, ഘോഷിക്കുവാൻ കർത്താവിന്റെ ദാസിയെ ദൈവം അയക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപക്ഷങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയുടെയും തീച്ചൂളയുടെയും പ്രതിസന്ധികളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും മരണത്തിന്റെയും ആത്മഹത്യയുടെയും നിരവധി സങ്കീർണമായ സാഹചര്യങ്ങളോട് ഒരുപക്ഷങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. എന്തിന് ഇതെന്റെ ജീവിതത്തിൽ എന്തിന് എന്നുള്ളൊരു വലിയ ചോദ്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറാവും. ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കയറി ഇറങ്ങുന്നത് പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടി, ഏറ്റവും ശ്രേഷ്ഠവും മാന്യവുമായ ഒന്നായി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഈ കഷ്ടതയൊക്കെ സഹിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയുടെ നടുവില് പ്രാർത്ഥിച്ചു, കർത്താവേ ആമേനെ എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പ്രകാരം പറഞ്ഞതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ദൈവത്തിന്റെ കൃപ, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അഭിമുഖീകരിക്കുന്ന, കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ കൃപ എന്നിൽ കുറഞ്ഞു പോകരുത്, കൃപമേൽ കൃപ എന്നിൽ പകരണമേ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരായിരുന്നാൽ പോലും ആമേൻ, മനുഷ്യന്റെ മുൻപിലാണ് ഈ പാരമ്പര്യവും പശ്ചാത്തലവും മതവും ഒക്കെ ഉള്ളത്. എന്നാൽ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യൻ എന്നുള്ള ഒറ്റ ആമേന് കാര്യം മാത്രമേ ഉള്ളൂ. ആകയാൽ ആ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ ആരാണ്, എന്താണ് എന്ന് ആമേനെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. നാം ഉണ്ടാക്കിയതല്ല, നാം വിശ്വസിക്കുന്നതല്ല ആമേന് ദൈവം. ദൈവം എന്ന് പറയുന്നത് ആമേൻ നമ്മെ സൃഷ്ടിച്ചവനും സൂക്ഷിച്ചവനും പരിപാലിക്കുന്നവനുമായതാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ നാം ഉള്ളിൽ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടോ നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതോ ആയ ദൈവമല്ല ദൈവം. അഖിലാണ്ടത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, അണ്ടകടാകത്തിന്റെ സൃഷ്ടിതാവും രക്ഷിതാവും സൂക്ഷിപ്പുകാരനും സർവ്വജീവജാലങ്ങളെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് ആമേൻ അതിനു വേണ്ടി ആമേൻ ഒരു ഭാവി പ്രത്യാശ ഒരുക്കിയിരിക്കുന്നതാണ് ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടുവാൻ ആമേൻ ആ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കൂടെയായിത്തീരുന്നത്. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ സങ്കീർണമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളായിരിക്കാം. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ, യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ, യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയും. രോഗക്കിടക്കയിലായിരുന്നാലും ആമേൻ മറ്റ് പലവിധമായ ആമേന് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ആമേൻ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും, ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ച് ആമേൻ എനിക്ക് ജീവിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന, മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന, ഭാവിയോർത്ത് കരയുന്ന, വിലപിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം, ജപ്തി നടപടികൾ നേരിടുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും നിങ്ങൾക്ക് പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, യുവാവേ യുവതി, കുഞ്ഞുങ്ങളെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം യേശു കർത്താവാണ്. കണ്ണുകൾ അടയ്ക്കൂ, ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. യേശുവേ, അടിയനിതാ എന്നെ സമർപ്പിക്കും. കർത്താവേ, അടിയനിതാ എന്നെ സമർപ്പിക്കുന്നു. യേശുവെ, അങ്ങനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി സുനിത ഉണ്ണി അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും.
സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ആരുമേ ടിവിയിൽ കർത്താവേ അങ്ങയുടെ സാക്ഷിയുമായ അടിയനും വന്നു ചേരുവാൻ ദൈവോടെ ഒരുക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവേ, ഹല്ലേലൂയ, അതിനുവേണ്ടി അടിയന് സമയങ്ങൾ ഒരുക്കി തന്ന കർത്തദാസനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, അവിടെ വേലയോടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളുടെ മേൽ ദൈവോട് നിറഞ്ഞ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ കർത്താവേ, ഹല്ലേലൂയ, ആരുമേ ടിവിയിൽ കർത്താവേ, ഹല്ലേലൂയ ആയിരിക്കുന്ന പ്രേക്ഷകർക്കായി സ്തോത്രം. ദൈവമേ, അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസങ്ങൾ, അവരുടെ ഭാവികളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. ഒരു കുഞ്ഞു പോലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായി പോകാതെ ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവേ. അത്ഭുതകരമായി അവരോട് കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, യൗവനക്കാർക്കായി സ്തോത്രം. ദൈവമേ, മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരതിൽ നിന്ന് കർത്താവെ ഒരു മോചനം നേടി നിന്റെ കർത്താവിനെ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവമേ, ആ നിത്യതയെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവമേ അങ്ങ് അവിടെ ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കായി സ്തോത്രം. അവരെ അവിടുന്ന് സഹായിക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. അവർക്ക് കർത്താവേ സന്തോഷവും സമാധാനവും അവിടുന്ന് പകരണമേ കർത്താവേ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണമേ, സമാധാനം നൽകണമേ കർത്താവേ. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊന്നും കർത്താവേ കൂടാതെ ദൈവം അവരെ അവിടുന്ന് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. കടഭാരത്താൽ വലയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മരണത്തിന്റെ വക്കത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവം അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കണമേ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാകയാൽ ദൈവമേ അങ്ങ് അവിടുന്ന് അവരെ സഹായിക്കണമേ, അവരെ സംരക്ഷിക്കണമേ, അവിടെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, പലവിധമാകുന്ന കർത്താവേ, ഹല്ലേലൂയ, ശോധനയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ദൈവമേ, അവരെ അവിടുന്ന് താങ്ങണമേ കർത്താവേ, ഹല്ലേലൂയ. താങ്ങുവാൻ ആരും മനുഷ്യരോട് ആർക്കും കഴിവില്ലല്ലോ കർത്താവേ. അങ്ങ് തന്നെ അവരെ അവിടുന്ന് താങ്ങി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അവരുടെ മേലെ അവിടുന്ന് വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ടിവിയിൽ കർത്താവെ കേട്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെ ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുകൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. ദൈവം എല്ലാവരെയും അവിടെ നിന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മാനം മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി ദാസി സിസ്റ്റർ സുനിതാവണ്ണി. ഇത്രത്തോളം സമയം അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവ് ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണും വരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.